ഇസ്രായേലേ കേൾക്ക, യാഹ്വേ നമ്മുടെ ദൈവമാകുന്നു, യാഹ്വേ ഏകൻ തന്നെ. ട്രിനിറ്റേറിയൻ്റെ വിശ്വാസം അനുസരിച്ച് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആ ശരി എക്സ്പ്ലനേഷൻ തിയററ്റിക്കലി പറഞ്ഞാൽ God the Father, God the Son and God the Holy Spirit. Thus, three hypostases. God the Father one hypostasis ആണ്. നമുക്കതിനൊരു വ്യക്തിയെന്നോ ഒക്കെ വ്യാഖ്യാനം കൊടുക്കാം. 3 hypostases in one ousia, ousia, ഉസിയ. അതിൻ്റെ അർത്ഥം സാരാംശം. ഗ്രീക്ക് വേർഡ് അതാണ്. അപ്പോൾ 1 ഒസിയ 3 ഹൈപ്പോസ്റ്റാസിസ്, 3 ഹൈപ്പോസ്റ്റാസിസ് ഒരു സാരാംശത്തിൽ നിൽക്കുന്നു. അങ്ങനെയാണ് ട്രിനിറ്റിയെക്കുറിച്ചുള്ള ഫണ്ടമെൻ്റലായ ഫെയ്ത്ത്. അതിന് വിപരീതമായ ഫെയ്ത്ത് ഒന്നും ട്രിനിറ്റിയുടെ അല്ല. ഇതിനിടയ്ക്ക് ചിലതരം വാദങ്ങൾ ഉയരാറുണ്ട്. അതെന്താണെന്ന് അറിയണ്ടേ? യേശുവിനെക്കുറിച്ചുള്ള ചില പരാമർശം ഞാനോർത്ത് നിങ്ങൾ ആരെങ്കിലും ചില പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്. ആരാണ് ക്രിസ്തു എന്നതിന് അവൻ സകല സൃഷ്ടിക്കും ആദ്യജാതൻ, വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം ഉള്ളതായി. അപ്പോൾ ക്രിസ്തു ആരാണ്? ആദ്യജാതൻ. അപ്പോൾ ക്രിസ്തുവിനൊരു ആരംഭം ഉണ്ടെന്ന് തോന്നിപ്പോവും. ക്രിസ്തു ആദ്യജാതൻ. കപട സാക്ഷികളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് പറയുന്നൊരു കാര്യം, ഹോളി സ്പിരിറ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു 1-2 പ്രശ്നങ്ങളൊന്ന് തീർക്കാം. ക്രിസ്തു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണെന്നാണ്. ദൈവത്തിൻ്റെ സൃഷ്ടി. കർത്താവ് സൃഷ്ടിയാണ്. അതാണ് അവരുടെ വാദം. കർത്താവ് സൃഷ്ടിയാണോ? യേശു സൃഷ്ടിയാണോ? അല്ല. അപ്പം സൃഷ്ടിയാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതിന് അവരുപയോഗിക്കുന്ന ഒരു വേദഭാഗം ഞാൻ തരാം. സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 22 മുതലുള്ള ഭാഗങ്ങൾ ഒന്ന് പരിശോധിക്കാം. സദൃശ്യം 8:22. ഇത് യേശു ആണ് എന്നൊരു സങ്കല്പത്തിൽ കേട്ടോണേ. വായിച്ചു. മതി. ഇത് ഏതാണ്ട് യേശുവിന് ശരിയല്ലേ? ശരിയല്ലേ? ഇതാണ് യഹോവ സാക്ഷികൾ നമ്മളടുത്ത് തന്നിട്ട് പറയും, യഹോവയുടെ ആദ്യത്തെ സൃഷ്ടിയാണ് യേശു. നമ്മുടെ ആൾക്കാരിത് കേട്ടാൽ വീണുപോകും. കാരണം ഇതെല്ലാം ചേർന്ന് വരുന്നുണ്ട്. അപ്പം നമ്മളവിടെ ആ വാദം മുഴുവൻ ഒറ്റയടിക്ക് പോകും. സാദൃശ്യവാക്യം 8-1 വാക്യം വായിച്ചാട്ടെ. അപ്പോൾ ഇതാരാ നറേറ്റർ? ആരാണ് ഇതിൽ നറേറ്റ് ചെയ്യുന്ന? ആരാണ്? ജ്ഞാനമായവൾ. ജ്ഞാനത്തെ ഒരു സ്ത്രീയോട്, ഒരു പെൺകുട്ടിയോട് ഉപമിച്ചിട്ട് ജ്ഞാനം തന്നെക്കുറിച്ച് പറയുന്നത് എന്താ എന്ന് രൂപകാർത്ഥത്തിൽ
സോളമൻ പറയുന്ന ഭാഗമാണിത്. ജ്ഞാനമായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ? ഇത് യേശുവാണെന്ന് ആരെങ്കിലും വാദിച്ചാൽ ഇനി മുതൽ യേശുവിനെ എടി വെങ്കൊച്ചെ കർത്താവേ എന്ന് വിളിക്കേണ്ടി വരും. കാരണം ഇതൊരു പെണ്ണാണ്. ജ്ഞാനമായവൾ. ഞാനിതൊരു യഹോവസാക്ഷിക്കാരോട് ചോദിച്ചു പറഞ്ഞു, അഹങ്കാരം പറയാനല്ല നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇതിപ്പോൾ അഹങ്കാരമാകുന്നത് എങ്ങനെ? ഇത് പെണ്ണല്ലേ മോളി സംസാരിക്കുന്നത് രൂപകാർത്ഥത്തിൽ. എങ്ങനെ ചോദിക്കൂ യേശുവിനെ? നീ അത് വേണ്ട, അതങ്ങ് വിട്ടേക്ക്. ഇനി ഞാൻ അഹങ്കാരമാണ് പറഞ്ഞെങ്കിൽ അത് വിട്ടേക്ക്. നമുക്ക് 31-ാം വാക്യം വായിക്കാം. ആ, അതാരാ അന്ന് മനുഷ്യപുത്രന്മാർ? യേശു സൃഷ്ടിച്ച കാലത്ത് പ്രമോദം മനുഷ്യപുത്രന്മാരോട് കൂടെ ആയിരുന്നു. ആരാന്ന് മനുഷ്യപുത്രൻ? എന്തോ അന്നാരുമില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, ജ്ഞാനം ഇൻ്റർഫിയർ ചെയ്യുന്നത് മനുഷ്യനായിട്ടാണ്. ജ്ഞാനത്തിൻ്റെ വൈഭവത്തെ പറ്റിയാണ് ഈ പറയുന്നത്. അതെടുത്തിട്ട് യേശുവാണ് എന്ന് സ്ഥാപിക്കാൻ മുകളിലും താഴെയുമുള്ള വാക്യങ്ങളെ എടുക്കാതെ പ്രയോഗിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകും. അവിടെ ഏത് യഹോവസാക്ഷിക്കാരന് വാക്യം വായിച്ചാലും മുകളിൽ നിന്ന് വായിക്കാൻ പറയണം. ഇനി അവനത് പ്രയാസമാണെങ്കിൽ നമ്മൾ വായിച്ച് കേൾപ്പിക്കണം. അങ്ങനെ വന്നിട്ട് അവരവരുടെ ഒരു ബൈബിളും കൊണ്ടുവരും. പെട്ടുപോകരുത്. ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, അത് അത്യാവശ്യം എഡിറ്റ് വർക്കിംഗ് നടത്തി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഞാനൊരു എളുപ്പ വഴി പറയാം. യോഹന്നാൻ്റെ സുവിശേഷം എടുപ്പിക്കുക. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനവും ദൈവത്തോട് കൂടെയായിരുന്നു. അതെ, ഇവരുടെ ബൈബിൾ നോക്കണം, ഇംഗ്ലീഷിലും മലയാളത്തിലും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനവും ഒരു ദൈവമായിരുന്നു. കേട്ടാലൊരു ചേർത്തേ ഉള്ളൂ, ആൻഡ് ഓൾസോ ചേർത്തേ ഉള്ളൂ. അർത്ഥം മാറ്റിയുണ്ടോ? അത് യേശു ഒരു ചെറിയ ദൈവമാണ്, ജൂനിയറായ ഒരാൾ. കാരണം അതിനുശേഷം സൃഷ്ടിച്ച ഇത് വാസ്തവത്തിൽ അരിയൂസല്ല, ഈ യഹോസാക്ഷികളല്ല പറഞ്ഞു തുടങ്ങി. AD 325 നിക്യാ സുന്നോദോസിലെ പ്രധാന ചർച്ച ഇതായിരുന്നു. അവിടെ അരിയൂസ് എന്ന പേരായ വളരെ വിദഗ്ധനായ താർക്കികനായ പ്രഭാഷകനായ ഒരു വ്യക്തി ഒരു ഭാഗത്തും, അപ്പുറത്ത് അത്തനേഷ്യസ് അപ്പുറത്തും വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു ഇതേപ്പറ്റി. അപ്പോൾ അത്തനേഷ്യസ് എങ്ങനെയാണ് ഈ അരിയൂസിൻ്റെ വാദങ്ങളെ, അല്ലെങ്കിൽ യഹോവസാക്ഷികളുടെ ആരംഭകനായ ചിന്തകൾ ലോകത്തിന് കൊടുത്ത ആ മനുഷ്യൻ്റെ വാദങ്ങളെ ഒറ്റയടിക്ക് കണ്ണിച്ച് കളഞ്ഞു. ആ കണ്ണിച്ച വിധമാണ് പറയാൻ പോകുന്നത്. അതായത് അത്തനേഷ്യസ് ചോദിച്ചു, ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ആദ്യ സൃഷ്ടിയാകുമല്ലോ ഈ പറഞ്ഞനുസരിച്ച്, കണ്ടേ? അതവരും പറയുന്നത്. അതെ, സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തുടക്കമായി, ആരംഭം ഉണ്ടായി. അപ്പം സൃഷ്ടിക്കാൻ ഒരു സമയം വേണം. സമയം ഉണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ. സമയം ആരുടെ സൃഷ്ടി? ദൈവത്തിൻ്റെ സൃഷ്ടി. എല്ലാം ദൈവത്തിൻ്റെ. അപ്പം സമയത്തെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി സമയമോ ആദ്യ സൃഷ്ടി ക്രിസ്തുവോ? മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? നമുക്ക് മനസ്സിലായി, അവർക്ക് പിടികിട്ടിയില്ല, വിഷമിച്ചു പോയി. കാരണം തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ ലോജിക്കലി ഫിലോസഫിക്കലി കാര്യം വിശദീകരിച്ചാൽ ഇവരുടെ വാദമെല്ലാം പൊളിഞ്ഞു പോകും. അപ്പം അതിന് ബൈബിളിൽ ഒരു പരിഭാഷയിൽ മൂലഭാഷയോട് നീതി പുലർത്താത്ത കൃത്രിമത്വം കടത്തി ആളുകളെ മിസ്ഗൈഡ് ചെയ്യാൻ യഹോവ വിറ്റ്നസ് ശ്രമിക്കാറുണ്ട്. യഹോവ വിറ്റ്നസിനെ പറ്റി നമുക്കിപ്പോൾ കൂടുതൽ ആവശ്യമില്ല, താമസിക്കാതെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ വാദത്തിൽ അത്തനാസ്യൂസ് വളരെ കൃത്യമായി തന്നെ ഇവരെ റെഫ്യൂട്ട് ചെയ്തു. ആ വാദമൊക്കെ പൊളിഞ്ഞുപോയി. പിന്നീട് ഒരിക്കലും അവർക്ക് കാര്യമായ ഒരു മുൻതൂക്കം ഉണ്ടായില്ല, പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇതിന് അധ്യക്ഷനായിരുന്ന കോൺസ്റ്റന്റൈനാണ് ചക്രവർത്തി. അപ്പോൾ ഈ കോൺസ്റ്റന്റൈൻ്റെ സഹോദരിയെ സ്വാധീനിച്ചിട്ട് ഈ അരിയൂസ് പറഞ്ഞു, എനിക്കവിടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല,
ആകെ പ്രയാസമായി പോയി. ചിലർ ഈ നാട്ടിൽ പോയി അടിയെല്ലാം കൊണ്ടുവന്നിട്ട് പറഞ്ഞില്ലേ, എൻ്റെ ഈ സൈഡൊന്ന് വെട്ടിപ്പോയല്ലേ, ഞാൻ അവനെ കാണിച്ചേനെ. എൻ്റെ ഇവിടെ കയറി ഒരു പെട്ടെന്നൊരു വിലക്കം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോന്നു എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഉപാധി പറയല്ലോ എന്ന് പറഞ്ഞ പോലെ പുള്ളി എന്തോ ഒരു ഉപാധിയൊക്കെ പറഞ്ഞുകൊണ്ട് അവരത് പറഞ്ഞ് സമ്മതിപ്പിച്ച് അതിൽ പുള്ളി അല്പം ഗോളടിച്ചു. പുതിയ വാദമൊക്കെ ആയിട്ട് വന്നു. അന്നൊക്കെ ഈ വാദം പ്രതിവാദം നിസ്സാരമല്ല, രാജാവ് കൊന്നുകളയും വിശ്വാസത്തിനെതിരെ നിന്ന. അവസാനം ട്രിനിറ്റിയെ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച അത്താനാസ്യൂസിനെ നാട് കടത്തി. എന്നാൽ അങ്ങനെയൊക്കെ ഡിബേറ്റ് കഴിഞ്ഞാൽ ഇനി ഇവിടെ കാണലല്ല, ഇത് അംഗീകരിച്ചോണം. അത്തനേഷ്യസ് പോയി, നാളുകൾ ഒളിച്ചിരിക്കുക. അപ്പോൾ ഈ ചക്രവർത്തിക്ക് തന്നെ തോന്നി ഇയാളെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ ഇവിടെയും കൊണ്ട് ട്രിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരിളകും. ട്രിനിറ്റി ഒന്നും ഇവിടെ വേണ്ട. അരിയൂസ് വാദം അങ്ങ് തലപൊക്കി. അപ്പോൾ അവസാനം അത്തനാസ്യൂസ് ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിനൊരു ദൂതൻ മുഖാന്തരം കോൺസ്റ്റന്റൈൻ ഒരു സന്ദേശം കൊടുത്തു. അത്തനാസ്യൂസ്, നീ ട്രിനിറ്റി ഉപേക്ഷിക്കണം, എന്നിട്ട് ഈ യൂണിറ്റേറിയൻ ഫെയ്ത്ത് അംഗീകരിക്കണം. എനിക്കിതിനോട് കാര്യവും ബഹുമാനമൊക്കെയാണ്, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക എന്നെന്താണെന്നറിയണ്ടേ? ഓ അത്താനാസ്യൂസ്, ദ ഹോൾ വേൾഡ് ഈസ് എഗെയിൻസ്റ്റ് യു. ലോകം മുഴുവൻ നിനക്കെതിരാണ്. അതിന് ലാറ്റിനിൽ ഈ പദം എങ്ങനെ പറയുമെന്നറിയണ്ടേ? ലോകം മുഴുവൻ നിനക്കെതിരെന്നുള്ളത് അവരുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിനിൽ പറയുന്നത്. ലോകം എന്നതിന് മൊണ്ട്ര എന്നാണ്. കോൺട്രഡിക്റ്ററി എന്നുള്ള കോൺട്ര എന്നാണ്. കേട്ടിട്ടുണ്ടാകും ഇതൊക്കെ അല്ലേ? അങ്ങനെ ഒരു പഴമൊഴി സഭാചരിത്രത്തിൽ പിറവിയെടുത്തു. അത്തനാസ്യൂസ് നീ വധം അങ്ങോട്ട് കൊടുത്തു. അത്തനാസ്യൂസിൻ്റെ മറുപടി രസകരമായിരുന്നു. അദ്ദേഹം കോൺസ്റ്റന്റൈനെ അഭിവാദ്യം ചെയ്തിട്ട് പറഞ്ഞു, ഇഫ് ദ ഹോൾ വേൾഡ് ഈസ് അഗെയിൻസ്റ്റ് മീ, ഐ ആം ഓൾസോ അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. ലോകം മൊത്തം എനിക്കെതിരായിക്കോട്ടെ, ഞാനും ലോകത്തിനെതിരാണ്. അങ്ങനെ സഭാചരിത്രത്തിൽ രസകരമായൊരു പഴമൊഴി ഉണ്ടായി. അത്തനാസ്യൂസ് കോൺട്ര മുണ്ട്രം. അത്തനാസ്യൂസ് ലോകത്തിനെതിര്. രസകരമാണ് അന്നത്തെ വാദമൊക്കെ കേൾക്കാൻ. ഈ വാദം നടന്ന വിഷയം കേട്ടാൽ നമ്മൾക്ക് കൂടുതൽ അത്ഭുതം വരും. പിതാവ് പുത്രനോട് സമനോ സാമ്യനോ എന്നുള്ളതാണ് ചോദ്യം. സമനാണോ സാമ്യനാണോ? ഏതാ ശരി? സമൻ. അപ്പോൾ ഈ സമനോ സാമ്യനോ എന്നതിന് ഗ്രീക്കിലെ ഒരക്ഷരം മതി, അത് തെറ്റിപ്പാൻ. ഹോമോസിയോസും ഹോമോ ഔസീസ് ആൻഡ് ഹോമോസീൻ രണ്ട് പദങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊരു ഡിഫ്തോങ്, ഒരു സ്വരാക്ഷരം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വരാക്ഷരം വന്നാൽ സമനാണെന്നും അത് മാറ്റിക്കഴിഞ്ഞാൽ സാമ്യനാണെന്നും ആവും. അപ്പോൾ 5 വർഷം തർക്കിച്ച് എന്തിനു വേണ്ടിയാണ്? ഒരു സ്വരാക്ഷരത്തിന് വേണ്ടിയാണ്. അവിടെ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ചർച്ച് രണ്ടായി പിരിഞ്ഞുപോയി. സഭാചരിത്രകാരനായ യൗസേബിയസ് ഇതേപ്പറ്റി എഴുതി, ഒരു സ്വരാക്ഷരം സഭയെ രണ്ടായി പിളർത്തി. നല്ല വിവരമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ കാര്യം എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമല്ലേ. ഒരു സ്വരാക്ഷരം സഭയെ രണ്ടായി പിളർത്തി. അത്തനാസ്യൂസ് തൊട്ടപ്പെട്ടു പോയി. ട്രിനിറ്റേറിയന്മാർക്ക് ഒരു പുരോഗതി ഉണ്ടായില്ല. പക്ഷെ ഒരു ഘട്ടം അങ്ങോട്ട് കഴിഞ്ഞു. അത്തനേഷ്യസ് അതിവേഗത്തിൽ സത്യോപദേശത്തിൻ്റെ ആഴവും പരപ്പും ചികഞ്ഞ് പഠിച്ചവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ ചിത്രം മാറി. ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 90% ആളുകളും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. യൂണിറ്റേറിയന്മാർ, യഹോവ സാക്ഷികളും അതുപോലെ മറ്റേ വണ്ണസ് പെന്തക്കോസ്റ്റൽസും ആയി ചുരുങ്ങി. കേട്ടല്ലോ? അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല. പകരം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയാം അതൊരു ശക്തിയാണ്. വിശേഷിച്ച് യഹോവ സാക്ഷികൾ ശക്തിയാണെന്ന് പറയാൻ അവിടെ ഒരു കൃത്രിമം ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ അവരുടെ ബൈബിൾ പരിശോധിക്കുക. എൻ്റെ പേര് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, പുതിയ ലോക ഭാഷാന്തരം. നെറ്റ് കിട്ടും, അതിലൊരു കോപ്പി അവരോട് വാങ്ങിച്ചാൽ മതി. അതിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഉൽപ്പത്തിയിൽ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വൈബ്രേറ്റിംഗ് അപ്പോൺ ദ വാട്ടർ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ബൈബിൾ നോക്കിയാൽ കാണും, ദൈവത്തിൻ്റെ ആത്മാവെന്നൊരു അക്ഷരം കാണത്തില്ല, ഒരു വാക്കും കാണത്തില്ല. ദ ആക്റ്റീവ് ഫോഴ്സ് ഓഫ് ഗാഡ് വൈബ്രേറ്റിംഗ് അപ്പോൺ ദ വാട്ടർ. ആക്റ്റീവ് ഫോഴ്സ്. പരിശുദ്ധാത്മാവ് ആരാണ്? ക്രിയാത്മക ശക്തി. ഇവിടെ മൂലം നമുക്ക് കാര്യങ്ങളെ ചിന്തിച്ചു തുടങ്ങാം. ഇപ്പം നമ്മളിവിടെ എത്തി ന്യൂമറ്റോളജി. ന്യൂമറ്റോളജി മീൻസ് എ സ്റ്റഡി ഓർ അനാലിസിസ് അബൌട്ട് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിന് ഗ്രീക്കിൽ പറയുന്ന പേരാണ് ന്യൂമറ്റോസ്. ഓക്കെ, ന്യൂമറ്റോസ്, PNU, അതാ ന്യൂമറ്റോസ്. ഇതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് റൂഹ, പരിശുദ്ധ റൂഹ. ഓക്കെ, റൂഹ എന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും ന്യൂമ എന്ന് ന്യൂ ടെസ്റ്റമെൻറ്റിലും കാണുന്നു പരിശുദ്ധാത്മാവിനെ. അതിന് ആവി, കാറ്റ് എന്നുമൊക്കെയും പരിഭാഷയുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ്? ആദ്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് ശക്തിയാണെന്ന് പറയേണ്ടതില്ല, കാരണം വ്യക്തിക്ക് ശക്തിയുണ്ട്. നമ്മളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ശക്തി മാത്രമായി ചുരുക്കി കണ്ടാൽ ജീവനില്ലാത്തതിനും ശക്തിയുണ്ട്. ഇപ്പോൾ എനർജി എല്ലാം ഇല്ലേ, അതിന് ജീവനില്ലല്ലോ, അത് ശക്തിയല്ലേ. സൂര്യന് ശക്തിയില്ലേ, അതിന് വരുന്ന എനർജി ലഭിക്കുന്ന ഇടത്തെല്ലാം ശക്തിയുണ്ട്. പക്ഷെ വ്യക്തിക്ക് ശക്തിയുണ്ട്, ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ പരിശുദ്ധാത്മാവിനെ പെർസോണിഫൈ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് പറയാം. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവൻ സകല സത്യത്തിൽ നിങ്ങളെ അവൻ ഇനി നിങ്ങൾക്കറിയാം വാക്യം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. ന്യൂട്രൽ ജെൻഡറല്ല, ഫെമിനിൻ ജെൻഡറാണ്, സോറി മാസ്കുലിനാണ് അല്ലേ. മാസ്കുലിൻ ജെൻഡർ കൃത്യപ്പിച്ചിരിക്കുകയാണ്. ഇനി അതൊന്നുകൂടെ വിശദീകരിച്ച് പറയാൻ മനുഷ്യാത്മാവിനെ പറ്റി പറയുന്ന ഭാഗമുണ്ട്. സഭാപ്രസംഗി പറയാണ്, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് പോകും. നമ്മുടെ ആത്മാവേ വായിച്ചിട്ടില്ലേ? ആത്മാവിനെപ്പറ്റി സഭാപ്രസംഗി പറഞ്ഞപ്പോൾ ന്യൂട്രൽ ജെൻഡറാ. അതിനെ, ദൈവാത്മാവിനെ പറ്റി പറഞ്ഞപ്പോൾ അവൻ സകല സത്യത്തിലും വഴി നടത്തും. ഇനിയുണ്ട്, പരിശുദ്ധാത്മാവിന് നേരെ നീ വ്യാജം കാണിച്ചോ? ആരോടാ ചോദിച്ചേ? മറ്റേ നമ്മുടെ അനന്യാസ്. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. പക്ഷേ 66 ഉണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ദുഃഖിപ്പിച്ചു എന്നൊക്കെയുള്ള വചനം എഴുതിയിട്ടുണ്ട്. പിന്നെ പറയാണ്, പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിന് നേരെ ദൂഷണം പറയരുത്. ഇങ്ങനെ ഒത്തിരി പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇനിയും ഈ പരിശുദ്ധാത്മാ, ഇത് വളരെ എളുപ്പത്തിൽ പഠിക്കാം, വളരെ സിമ്പിളാക്കുന്നൊരു ഭാഗമുണ്ട്. യേശുവിൻ്റെ ബാപ്റ്റിസം നടക്കുന്നു. ബാപ്റ്റിസം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തൊക്കെ കേൾക്കണം. യേശു കണ്ണിന് കാണാവുന്ന വിധത്തിൽ വെള്ളത്തിൽ ബോഡിയുണ്ട്. ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൃശ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ട് പ്രാവ് എന്ന രൂപത്തിൽ വന്നു. അതിനാണ് ഈ പള്ളിയിൽ മിക്കവാറും കുരിശിനോട് ചേർന്നൊരു പ്രാവിൻ്റെ ഇതൊക്കെ കണ്ടിട്ടില്ലേ?
അത് വേറെയാണ്, അത് തെറ്റിപ്പോയി വന്നൊരു സംഗതിയാണ്. മാനിക്കയൻ കുരിശെന്ന് അതിന് പറയുന്നത്. അത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ബന്ധമില്ലാത്തൊരു സാധനമാണ്. ഈ പ്രാവെന്ന് പറഞ്ഞാൽ ഈ താഴോട്ട് തല വെച്ച് കിടക്കുന്നൊരു പ്രാവ്, അതായത് ഈ കരണ്ട് കമ്പിയിൽ ചവിട്ടിയിട്ട് ചത്തുപോയിട്ട് താഴോട്ട് കിടക്കുന്ന പോലൊരു പ്രാവ്, ഷോക്കടിച്ച് കിടക്കുന്നതല്ലേ. അങ്ങനെ ഒരു അല്ല, മനസ്സിലാക്കാൻ പറ്റില്ല, ആരും അവഗണിക്കാൻ പറഞ്ഞു. എൻ്റെ ഉദാഹരണം, ഞാനൊരു ഗ്രാമീണനായതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുഴപ്പമുണ്ടോ? ഞാൻ വേറൊന്നുകൂടെ പറയാം. ഞാൻ ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലൊരു വോട്ടറാണ്. PC ജോർജായിരുന്നു ഞങ്ങളുടെ MLA. അവിടെ ഉള്ളതിൽ അല്പം മര്യാദയ്ക്ക് സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹമായിരുന്നു. അങ്ങോട്ടുള്ള മനുഷ്യരിൽ അത്യാവശ്യം കാര്യങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കും അദ്ദേഹം. പിന്നെ നമ്മുടെയൊക്കെ ഒരു അവസ്ഥ അറിയത്തില്ലേ, ഗ്രാമീണ കർഷകർ അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ് ഒരു പ്രാവ് ഷോക്കടിച്ചിട്ട് താഴോട്ട് വീഴുന്നവരുള്ള ആ സാധനം. അത് തന്നെ എന്ന് ഓർത്തപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്, നമ്മുടെ കർത്താവിന് ഒരു 300 വർഷത്തിന് ശേഷം പേർഷ്യയിലൊരു സന്യാസി ജീവിച്ചിരുന്നു. നല്ല മനുഷ്യനാണ്, ബ്രഹ്മചാരി, മര്യാദയ്ക്കൊക്കെ പോയ ഒരാളാണ്. അദ്ദേഹത്തിനൊരു സുപ്രഭാതത്തിലൊരു വെളിപ്പാടുണ്ടാകുന്നു. അദ്ദേഹമാണ് പരിശുദ്ധാത്മാവ്. ആളിൻ്റെ പേര് മാനി എന്നായിരുന്നു. മാനി വളരെ മാന്യനും കുഴപ്പക്കാരനൊന്നും അല്ലാത്ത കൊണ്ട് അനുഗാമികളും കൂടി. ഇവിടെ കുഴപ്പക്കാർക്ക് ഇവിടെ അനുഗാമികൾ കൂടുക, അന്നേരം ഈ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനോട് ആൾ കൂടില്ലേ, ആളുകൾ വല്ലാതെ കൂടി. അപ്പോൾ യേശു പ്രവചിച്ച കാര്യസ്ഥന ഈ വന്നിരിക്കുന്ന എന്നുള്ള നിലയിൽ ആളുകൾ കൂടിക്കൂടി ഈ മാനിയുടെ മതം ശക്തിപ്പെട്ടു. അതിലേക്ക് ഈ പേർഷ്യൻ മതത്തിൻ്റെ ചേരുവകളൊക്കെ വന്ന് ഒരു പ്രബല സമൂഹമായിട്ടങ്ങ് മാറി. അതുവരെ അറിയപ്പെട്ടു മാനിക്കയനിസം. മനസ്സിലായോ? ഈ മാനിക്കയനിസം ശക്തിപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പോൾ ഇസ്ലാം വരുന്നു. ഇസ്ലാം ശക്തിപ്പെട്ടപ്പോൾ ഇവർക്കിവിടെ നിൽക്കാൻ വയ്യാതെ വന്നു. കാരണം മുഹമ്മദിൻ്റെ ക്ലെയിം മുഹമ്മദ് പരിശുദ്ധാത്മാവാണെന്നാണ്. 2 പരിശുദ്ധാത്മാവ്, ഒരു ആൾ വന്നിട്ട് തന്നെ ഇവിടെ പ്രശ്നമായി. അപ്പോൾ അതേ അടുത്ത ആൾ വീണ്ടും വരുന്നു. അപ്പോൾ 2 ആത്മാവ് കൂടി അണികളെ അടിച്ച്, മാനിക്കയനിസ്റ്റുകൾ തിരിച്ചടിക്കുന്നവരല്ല, നല്ല മനുഷ്യരായിരുന്നു. അവരെ അടിച്ച് ഓടിച്ച് അവർ കേരളം വരെ വന്നു, പല സ്ഥലങ്ങളിൽ വന്നു. അവരിപ്പോഴും ഉണ്ട്. ആരാണെന്ന് പറയുന്നില്ല, പേഴ്സണലി ചോദിച്ചാൽ പറഞ്ഞുതരാം. ഒരു പ്രശ്നം ഞാനായിട്ട് ഉണ്ടാക്കുന്നില്ല. ഈ മാനിക്കയനിസ്റ്റുകൾ പല കഥകളും നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഈ മാനിക്കയനിസ്റ്റുകളാണ്, നല്ല മനുഷ്യരാണ്. അവർ മോശമായിട്ട് ഓടി വന്നതൊന്നുമല്ല, നല്ല മനുഷ്യരാണ്. പക്ഷേ അവർ വന്ന വഴിക്ക് കിട്ടിയ കുരിശാണ് ഈ മാനിക്കയൻ കുരിശ്. ആ കുരിശിൻ്റെ ഷേപ്പ് അതാ ഇങ്ങനെ വന്നിട്ട്, ഈ ചീട്ടിലെ ക്ലാവർ പോലൊക്കെ വന്നിട്ട് അടിയിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് പ്രാവ് വീഴല്ലേ. ഇതെല്ലാം ക്രൈസ്തവ സഭ അങ്ങ് എടുത്ത് മാനിക്കയൻ കുരിശെന്നതിന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാനടുത്ത കാലത്ത് തിരുവല്ലയിൽ ഉള്ള ഒരു പ്രത്യേക സഭയുടെ ഒരു ബിഷപ്പിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അച്ഛനുമായിട്ട് സംസാരിച്ചു. എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിച്ചിരി സ്വാതന്ത്ര്യമുണ്ട്. അച്ഛൻ എന്ന് വിളിക്കാൻ പറ്റില്ല, പാസ്റ്ററാണോ അതുമല്ല, അച്ഛനാണോ, ഒരുതരം പാച്ചൻ, അച്ഛൻ, അങ്ങനെ ഒരു ജനസിൽപ്പെട്ട ആളാണ്. നമ്മുടെ ആ ബന്ധം വെച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, അച്ഛൻ ആളിനെയൊന്നും പറയണ്ട, ഇല്ലില്ല, അത് ബിഷപ്പുണ്ട് അവിടെ. അപ്പം ഞാൻ ചോദിച്ചു, ഈ കുരിശെന്താണെന്നറിയോ? പുള്ളിക്കറിയാം എന്താണെന്ന്, പഠിപ്പുള്ളവനാണ്. പുള്ളി അച്ചുമ്മ കള പോട്ടെന്ന് പറഞ്ഞു, അത് വിടാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കറിയാം ഇത് ക്രിസ്ത്യാനിറ്റിയായിട്ട് ഇതിന് ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ വന്നു, ഇത്ര ആചാരങ്ങൾ ഒത്തിരി വന്നു, പോട്ടെ. അപ്പോൾ പരിശുദ്ധാത്മാവ്, അത് മനസ്സിലായല്ലോ ഈ പറഞ്ഞത്രയും ബിബ്ലിക്കലായിട്ടുള്ള അതിൻ്റെ ഇത് മനസ്സിലായല്ലോ. നമുക്കിനി ആക്ട്സ് ചാപ്റ്റർ 2 പോകാം. അപ്പോസ്തല പ്രവൃത്തി 2 വായിച്ചോ, 1 മുതൽ വായിക്കാം. പിന്നെ
മതി മതി മതി. അപ്പോൾ ഇത് നമുക്ക് പരിചയമുണ്ട്. ഇതെവിടാ സംഭവം? മാർക്കോസിൻ്റെ മാളിക മുറിയിൽ എത്ര പേരുണ്ട്? അത് രണ്ടും ഉറപ്പില്ലാത്ത കാര്യമാണ്, അത് പറയാനാണ് പറഞ്ഞത്. കാരണം 120 പേരൊന്നും അവിടെ ഇല്ല. അത് തിരുത്തി പോകണം. 120 കൂടുതലാകാം, കുറവാകാം. ഈ 120 3 ഗ്യാതറിങ് അവിടെ ഉണ്ട്. എൻ്റെ മുമ്പ് 2 ഗ്യാതറിങ് കിടപ്പുണ്ട്. ഒന്ന് പ്രേയറിന് വന്ന 120 പേര്. അക്കാലത്ത് ഏകദേശം 120 പേരുള്ളൊരു സംഘം. അതിവിടല്ല, ഇതല്ല. അടുത്തത് വേറെ ഒരു കൂട്ടായ്മ അവിടെ തന്നെ കാണാം. അത് നമ്മൾ നോക്കിക്കോളൂ. 1-ൻ്റെ 6 കിടപ്പുണ്ട്. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ മതി 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 ഒരുമിച്ച് അവർ കൂടി. ഇനി രണ്ടാമത്തെ ഗാദറിങ് 15-ാമത്തെ വാക്യം. മതി മതി, അത് അവിടെ 15-ാം വാക്യത്തില്ല, കഴിഞ്ഞ അധ്യായത്തിലാണ്. ഇപ്പം ഇവിടെ അത് കൂടുതലാകാം, കുറവാകാം. 120 എന്നുള്ളൊരു മനസ്സിൽ കിടക്കുന്ന ആ ചിന്ത കറക്റ്റ് അല്ലെന്ന് പറയാനാണ് പറഞ്ഞത്. ബൈബിൾ വചനം ഉദ്ധരിക്കുമ്പോൾ ഓർക്കണം. 2 മാർക്കോസിൻ്റെ മാളിക മുറി എന്നത് ട്രഡീഷനാണ്, പാരമ്പര്യമാണ്. ശരിയാണത്. കാരണം അവിടെ കിട്ടാവുന്ന അവൈലബിളായ പ്ലേസ് അതാണ്. അടുത്തത് ഈ യേശുവിന് മുമ്പ് പലയാവർത്തി വന്ന സ്ഥലം അവിടെയാണ്, വിരുന്ന് നടന്ന അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്, അതും അനുമാനമാണ്. മാളികയിൽ കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. ഇപ്പോൾ അത് എവിടെയും ആയിക്കോട്ടെ, പക്ഷേ ഈ കൃത്യത വരാനാണ് ഞാനിതൊന്ന് വിശദീകരിച്ചത്. അതെ. അപ്പോൾ ഇനി ഇവിടെ പരിശുദ്ധാത്മാവ് ഇവരിലേക്ക് വന്നു. നമുക്കറിയാം ബേത്ലഹേമിൽ നടന്ന ചരിത്ര സംഭവം എന്തെന്നാ? യേശുവിൻ്റെ തിരുപ്പിറവി അല്ലേ? അടുത്തൊരു പ്രധാനപ്പെട്ട സ്ഥലം ഗോൽഗൊഥയാണ്, യേശുവിൻ്റെ മരണം. ഇനിയൊരു പ്രധാനപ്പെട്ട സ്ഥലം യെരുസലേമാണിത്. എന്താ കാര്യം? ജഡത്തിൽ വന്നവൻ, ജഡത്തിൽ ക്രിസ്തു ശിക്ഷയേറ്റ് മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അപ്പം ദൈവപുത്രൻ്റെ ജഡത്തിലെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു. അങ്ങനല്ലേ? ജഡത്തിൽ വന്നു. ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ഫ്ലഷ്. അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ക്രൂസിഫിക്ഷൻ ആയിരുന്നു ലക്ഷ്യം. ഇനി ഇതുപോലെ പ്രാധാന്യമുള്ള ഒന്നാണ് ആക്ട്സ് ചാപ്റ്റർ 2. നമ്മൾ ആ ഗൗരവം മനസ്സിലാക്കണം. കാരണം ഹോളി സ്പിരിറ്റ് ജഡത്തിൽ വന്നതാണ്. അപ്പോസ്തലപ്രവൃത്തി 2 ഹോളി സ്പിരിറ്റ് ജഡത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നല്ല, നമ്മുടെ ജഡത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഹോളി സ്പിരിറ്റ് വന്നതാണ് അപ്പോസ്തലപ്രവൃത്തി 2. ഇതിന് മുമ്പൊന്നും ഈ അനുഭവം ഇല്ല. ഈ അനുഭവം ഇല്ലാത്തെന്താ? പണ്ടുണ്ട്, അത് ആ അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമുക്കിന്നുള്ളത് പണ്ട് യെശയ്യാവിന് കിട്ടിയ, യിരെമ്യാവിന് കിട്ടിയ ആ അനുഭവമല്ല. യഹോവയുടെ ആത്മാവ് ശിംശോൻ്റെ മേൽ വന്നു. ഒരു ചെറിയ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അതങ്ങ് പോയി, പുള്ളി വീണ്ടും പഴയ പോലായി. അപ്പം മനുഷ്യനിൽ നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് വന്നത് തൻ്റെ ഇവിടെയാണ്, പിന്നെ പോയിട്ടില്ല ഇതുവരെ. മനസ്സിലായോ? അപ്പോൾ യേശു പോയി കഴിഞ്ഞപ്പോൾ ആ അഭാവത്തിൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ പ്രാധാന്യം ബേത്ലഹേമിലെ ജനനം പോലെ, ഗോൽഗൊഥയിലെ മരണം പോലെ സഭയ്ക്ക് പ്രാധാന്യമേറിയ സ്ഥലമാണ് ആക്ട്സ് ചാപ്റ്റർ 2. ഇത് മറക്കരുത്. വ്യക്തത വന്നോ? കാരണം ഇത് ഹോളി സ്പിരിറ്റ് ജഡത്തിൽ വന്നു, നമ്മളുടെ ജഡത്തിൽ. ഇതാണത്. അപ്പോൾ ഇനി ഇവിടുത്തെ ഈ സന്ദർഭം കൂടി ഒന്ന് പഠിക്കണം. ഒരു യഹൂദൻ 3 പ്രധാന സന്ദർഭങ്ങളിൽ ജെറുസലേമിൽ വരും. ഹിസ്റ്റോറിക്കലി വന്നിരിക്കും. അവരുടെ 7 ഉത്സവങ്ങൾ ആചരിക്കാനാണ് ഈ 3 വരവ്. 7 ഉത്സവം ആചരിക്കാൻ എങ്ങനെയാണ് 3 വരവ് കൊണ്ടുവെക്കുന്നത്? അത് മതി. 3 തവണ വരും, 7 ഉത്സവം ആചരിക്കും. എൻ്റെ വഴി പറയാം. ആദ്യത്തെ 3 ഉത്സവങ്ങൾ അടുത്തടുത്താണ്. ഏതൊക്കെയത്? പെസഹ,
ആദ്യവലക്കറ്റയുടെ പെരുന്നാൾ, പെസഹ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യവലക്കറ്റയുടെ പെരുന്നാൾ. ഇവ അടുത്തടുത്ത 3 ദിവസങ്ങളിലെ ഒരു പാക്കേജാണ്. അപ്പോൾ ഒരാൾ ഇത് മുഴുവനും ചേർത്ത് പറയും പെസഹ. നമ്മുടെ ഈ ഓണം പോലാണ് 1, 2, 3ാമത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിന് പോയി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആകാം അല്ലേ? ഇതൊരു പാക്കേജാണ്. അപ്പോൾ പെസഹ എന്ന് പറഞ്ഞാലും പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാളിന് പോയി എന്ന് പറഞ്ഞാലും ആദ്യവലക്കറ്റയുടെ പെരുന്നാളിന് പോയി എന്ന് പറഞ്ഞാലും സംഗതി ഒന്നാ. കാരണം അടുത്തടുത്ത ദിവസങ്ങളല്ല ഇത്. ഇതിന് വന്ന ശേഷം ഇപ്പോൾ ഓർക്കണം, അടുത്തടുത്ത സ്ഥലങ്ങളിൽ അടിമകളായിട്ടോ പണിയെടുക്കാൻ പോയവരോ ജോലിക്ക് പോയവരോ എങ്ങനെയെങ്കിലുമൊക്കെ പോയ ആളുകൾ ഈ പെസഹയ്ക്ക് അവിടെ വരും. ഇങ്ങനെ വന്നാൽ അവിടുന്ന് ഒരു 50 ദിവസം കഴിഞ്ഞാൽ മറ്റൊരു ഉത്സവം വരും. ഏതാ? പെന്തക്കോസ്ത്. അപ്പോൾ ഈ പോയിട്ട് തിരിച്ചു വരാൻ നേരം കിട്ടത്തില്ല. എന്താ കാര്യം? പായ്ക്കപ്പലിലൊക്കെ ഉള്ള യാത്രയാണ്. നടന്നും കഴുതപ്പുറത്തും കുതിരപ്പുറത്തും ഒക്കെ ഭയങ്കര ദൂരത്തിൽ പോയിട്ട് വരണ്ടേ. അതൊരു ലീവൊക്കെ എടുത്ത് ഇവരിഞ്ഞ് വരിക, പണമൊക്കെ സംഘടിപ്പിച്ച് ഇവിടെ വന്ന് ഇവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ കഴിയുക, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ആ വീട്ടുകാർക്കത് ബുദ്ധിമുട്ടൊന്നുമല്ല, അവരങ്ങനെ കരുതിയിരിക്കുക. പണ്ട് നമ്മൾ കുമ്പനാട് കൺവെൻഷന് പോയിട്ട് അടുത്ത വീടുകളിലേക്കല്ലേ കഴിഞ്ഞ പഴയ കാലത്ത്. അവർക്കൊരു ബേഡനല്ല, സന്തോഷം. കാരണം ഇവരും ചിലവ് ചെയ്തായി വരുന്നേ. അപ്പോൾ ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരാം. പിന്നെ നമ്മളിപ്പോൾ 4 ഉത്സവം പറഞ്ഞല്ലേ, 4 ഉത്സവം. ഇനി ഉത്സവം വളരെ താമസിച്ചാണ് വരുന്നത്. അതേതാ? മാസങ്ങൾ കഴിഞ്ഞ് വരുന്നേ. കാഹളധ്വനി പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, പിന്നെ കൂടാരപ്പെരുന്നാൾ. അത് 3 ഒരുമിച്ചാണ്. പിന്നെ 5-6 മാസം കഴിഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ ഈ പെസഹയ്ക്ക് വന്ന കക്ഷികളെല്ലാം അവിടെ ഉണ്ട്. ആളിത്രയും കൂടി എൻ്റെ കാര്യം ഈ പറഞ്ഞേ, ഇവരെല്ലാം അവിടെയൊക്കെ താമസമുണ്ട്. അപ്പോൾ ഇനി അടുത്തത്, യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എത്ര ദിവസം ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു? 40 ദിവസം. ഈ 40 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത 10-ാം ദിവസം ഏതാ? 50-ാം ദിവസം. പെസഹ കഴിഞ്ഞുള്ള 50 കേട്ടോ. പെസഹ കഴിഞ്ഞ 50-ാം ദിവസം. അവർ 3 ദിവസത്തിൻ്റെ ഗ്യാപ്പ് വേണം എടുക്കാം. കാരണം പെസഹ 3 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ യേശു ഉയർക്കുന്നല്ലേ. പെസഹയിൽ കൊല്ലപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് അങ്ങനെ ഏകദേശം 40 എന്നൊരു കണക്ക് വരുന്നത്. അപ്പോൾ അറൗണ്ട് ഒരു 43-40 ദിവസം. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ ഇവരൊരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം മതം വിട്ടു, യഹൂദമതം വിട്ടു, അതിൻ്റെ ആചാരങ്ങളെ വിട്ടു, അനുഷ്ഠാനങ്ങളെ വിറ്റു. മശികയായി അവരൊരുവനെ കണ്ടു. പള്ളി അവരെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. കർത്താവ് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി ഈ നഗരത്തിൽ ഇവിടെ കാത്തിരിക്കണം. പോല് മനസ്സിലായില്ലേ? അവർ കാത്തിരുന്നപ്പോൾ 10-ാം ദിവസം, അതായത് 50-ാം ദിവസം, ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ്, അന്ന് സംഭവിച്ചതാണ് ഈ പറയപ്പെട്ട അനുഭവം. എന്തൊക്കെ സംഭവിച്ചു? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു ശബ്ദം ഉണ്ടായി. അഗ്നിജ്വാല പോലെ അഗ്നിനാമെന്ന് പറയരുത്, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തൻ്റെ മീതെ പതിഞ്ഞു. ഇന്ന് നമ്മൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു കാത്തിരിപ്പ് വേണ്ട, പക്ഷെ ഒരുക്കം വേണം, പ്രാർത്ഥിച്ചുള്ള ഒരുക്കം. എന്താ കാത്തിരിപ്പ് വേണ്ടാത്ത? എന്നേക്കും ഇരിക്കേണ്ടതിന് ആൾ വന്നു. 1, 2, അക്ഷരാർത്ഥം എടുത്ത് നമ്മൾ യെരൂശലേമിൽ പോകണ്ടേ? ഇവിടെ ഇരിക്കാൻ അർത്ഥം പറഞ്ഞേ, ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഈ ടൂർ പ്രോഗ്രാമൊക്കെ പോകുന്നവർക്കറിയാം, അങ്ങ് യോർദാനിൽ ചെല്ലുമ്പോൾ ചില പുള്ളികൾ പറയും ഞങ്ങൾക്ക് ഇവിടെ സ്ഥാനപ്പെടണമെന്ന്. ചെയ്യരുത്, കുഞ്ഞുകളിയൊന്നുമല്ല. നീ അവിടെ പോയിട്ടേ വേണേൽ അവിടെ അങ്ങ് മുങ്ങിയാൽ മതി, ഓടിച്ചേക്കണം. ഇവിടെ വരുമ്പോൾ വേണ്ട ഭക്തി കൂടുവോ? പിന്നെ അവിടെ മുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവന് ഈ രഹസ്യത്തിൽ ചെയ്യാൻ അങ്ങോട്ട് വരുന്നത്. ശരിയല്ലേ? അപ്പം നമ്മൾ യെരൂശലേമിൽ തന്നെ പോയിട്ട് ജോർദാനി മുങ്ങണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്ക്. ഇന്ന് പ്രിപ്പയർ ചെയ്യണം, ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കണം. നമ്മിലേക്ക് വരാനാണ്, പേഴ്സണൽ എക്സ്പീരിയൻസിനാണ്. പക്ഷേ ആത്മാവ് ഇവിടെ ഉണ്ട്, പോയിട്ടില്ല, ഇവിടെയുണ്ട്. ആത്മാവ് നമ്മോടുകൂടെ റാപ്ചർ വരെ അദൃശ്യ സാന്നിധ്യമായിട്ടുണ്ട്.
ഉൽപ്രാവണം കഴിഞ്ഞ അക്ഷരിക സാന്നിധ്യമായി നമ്മൾ അനുഭവിക്കും. ഒക്കെ പോട്ടെ. അപ്പോൾ കാത്തിരിക്കണം. കാത്തിരിപ്പിൻ്റെ അർത്ഥം മനസ്സിലായി. നെക്സ്റ്റ്, അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മീതെ പതിഞ്ഞു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ ഇത് സംസാരിച്ച് കേട്ടപ്പം മേദ്യര്, പാർത്യര്, മെസപ്പൊത്തേമ്യർ, ഏലാമ്യർ, 18 ദേശീയതകളിൽ നിന്നുള്ള ആൾക്കാരവിടെ ഉണ്ട്. എങ്ങനെ വന്നാ? ജോലിക്ക് പോരല്ല ഇവിടെ വന്നെന്നു. അവരിത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുക, ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ഈ ഗലീലിയക്കാർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് എങ്ങനെ? ഇനി ഒരു കാരണമുണ്ട്. ഈ പാലസ്തീൻ 3 ടെറിട്ടറിയാണ് ന്യൂ ടെസ്റ്റ്മെൻ്റ് കാലത്ത്. അതിൽ നല്ല എഡ്യൂക്കേറ്റഡായ ജൂസ്, യഹൂദന്മാരുള്ള സ്ഥലം യഹൂദിയാണ്. കാരണം അത് യെറുസലേം ദേവാലയമൊക്കെ ഇരിക്കുന്ന വലിയ ടൗൺഷിപ്പാണ്. ഗലീലിയൻ മേഖല റിമോട്ടാണ്, അത് വടക്കാണ്. അവിടെയുള്ള ആളുകൾ എഡ്യൂക്കേറ്റഡ് അല്ല. അവർക്കാകപ്പാടെ അറിയാവുന്നത് അരാമിക് ഭാഷയും അല്പം ഗ്രീക്കുമാണ് കഷ്ടിച്ച്. നമ്മുടെ പത്രോസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഗലീലിയിലുള്ളവരുടെ ഇല്ലിട്രസി, അവരുടെ ജീവിത ദുരിതങ്ങളൊക്കെ കൊണ്ട് യഹൂദിയിലെ യഹൂദന്മാർക്ക് ഇവിടുത്തെ യഹൂദനോട് സ്വന്തക്കാരൊക്കെ ആണെങ്കിലും ഒരു ചെറിയ അകലം. അവൻ്റെ ഇടയ്ക്കൊക്കെ കളിയാക്കി വിളിക്കും ഗലീലിയനെന്ന്. ഇവിടെ കർത്താവിനെ വിളിച്ചു ഗലീലിയൻ. നീ ഒരു ഗലീലിയൻ. ചിലപ്പോൾ ആവശ്യം കയറുമ്പോൾ അല്പയുടെ കൂട്ടി പറയും നീ ഒരു ശമര്യൻ. കാരണം ഇപ്പുറത്ത് വേറൊരു ജാതിയുണ്ട്. നമ്മളെയും കണ്ടിട്ട് വിളിച്ചു ഗലീലിയക്കാർ. ഗലീലിയക്കാരാണ് അക്ഷരത്തിൽ അവർ. ഭാഷ അറിയാത്ത, യഹൂദ്യയിലെ ജനവിഭാഗങ്ങളോളം അഭിവൃദ്ധിയില്ലാത്ത ഇവരെങ്ങനെ നമ്മുടെ ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങൾ സംസാരിക്കുന്നു? അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവിടുന്ന് ഒരു ചോദ്യം സ്വാഭാവികമായി നമ്മുടെ ബ്രദറൻ സുഹൃത്തുക്കൾ ഉയർത്താറുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അന്യഭാഷാ ഭാഷണം നടത്തിയവർക്കൊക്കെ മനസ്സിലായി. ഇന്നിതാർക്കും മനസ്സിലാകുന്നില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ ബ്രദർകാരെ വിടും. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം പിന്നെ പറയാം. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബൈബിൾ പഠിച്ച ശേഷം പണ്ടും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണമൊക്കെ പറയാം. കാരണം വിശരിക്കുന്നതിന് മുമ്പ് പറയട്ടെ, അവിടെ എല്ലാവർക്കും മനസ്സിലായില്ല. മനസ്സിലാകാത്തവനുമുണ്ട്. മനസ്സിലാകാത്തവൻ പറഞ്ഞു, വെള്ളം അടിച്ചിട്ടായി നിൽക്കുന്നേ. വെള്ളം അടിച്ചിട്ടല്ല, ഇതുപോലെ സംസാരിക്കുകയല്ലെന്ന് പറഞ്ഞു. അവന് ഭാഷ അറിയത്തില്ല. അതാണ്. അതുകൊണ്ട് ഒരാളിങ്ങനെ കീബോർഡൊക്കെ ഉണ്ടല്ലോ, ഒരാളിങ്ങനെ ഈ പെട്ടി വായിക്കുക, ഹാർമോണിയം, അതിങ്ങനെ വായിക്കുക. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത് വേറൊരുത്തനിരുന്നു. അവനും ഇതുപോലെ പെട്ടിയുണ്ട്. അവനതിങ്ങനെ വെച്ചിട്ട് ഒരു വിരളും വെച്ച് ഇങ്ങനെ കീത് മാത്രം കേൾക്കാം, ഓൺ അടിക്കുന്ന പോലെ. ഇങ്ങനെ എയർ അടിക്കുന്നുണ്ട്, ഒപ്പം ഇങ്ങനെ ഓൺ അടിക്കുന്ന പോലെ. വണ്ടി കയറ്റം കയറി വരുവാന്ന് ഓർത്ത് പോകും. ഇത് കണ്ടു നിന്ന് ഒരാൾ ചോദിച്ചു, ഇതെന്തോ കൊടുക്കുക കാണിക്കുന്നു ചോദിച്ചു. എന്നിട്ട് ഇയാൾ പറഞ്ഞു, അതേ മറ്റവൻ ശരിക്കും ഇതറിയത്തില്ല. കാരണം അയാൾ ഇപ്പോഴും വായിക്കേണ്ട കട്ട ഏതാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണോ ഇതാണോ ഇതാണോ? ഞാനത് നേരത്തെ കണ്ടുപിടിച്ചു, അതാണ് ഇത്. മറ്റവൻ ഇതുവരെയും വർഷം എത്രയായി തുടങ്ങിയിട്ട് ഇതുവരെയും വായിക്കേണ്ട കട്ടയിൽ അവൻ കൈ കൊണ്ടില്ല. അതാ അവൻ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു. പക്ഷെ ഞാനിത് നേരത്തെ കണ്ടുപിടിച്ചു, അതാ ഈ കീ എന്നുള്ള സൗണ്ടെന്നും. ഇതാ ഇതിൻ്റെ അർത്ഥം. ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായില്ലെന്ന്. അതാ കാര്യം. പിടികിട്ടിയോ? മറ്റവൻ പറ്റിച്ചതെന്ന്. അപ്പോൾ ചിലർക്ക് മനസ്സിലായി. ഇന്നുകൊണ്ടങ്ങനെ മനസ്സിലാകും ചിലർക്ക്. ആർക്കാ മനസ്സിലാകുന്നറിയണ്ടേ? വ്യാഖ്യാന വരമുള്ളവർക്ക് മനസ്സിലാവും. നമ്മുടെ സഭയിലല്ലേ ഇന്നൊരു പ്രശ്നം കാണാം. ചില ആളുകൾ ഇവിടെ വ്യാഖ്യാനിയുണ്ടോ? ഞാൻ അടുത്ത കാലത്ത് ഇട്ടു, പണ്ടത്തൊക്കെ ആയിരുന്നു ആത്മീയം. അതെന്തു വെച്ചാൽ ചൂട്ടുകറ്റ കെട്ടി ദൂരേന്ന് വന്ന് സഭായോഗം കൂടുമായിരുന്നു, ഈ രാത്രി യോഗം. ഞാൻ പറഞ്ഞു, അച്ഛൻ കെട്ടിക്കൊണ്ടുപോയി. ഇപ്പോഴും ആരാണ്ട് തടഞ്ഞോ? ഇല്ല നമ്മളോ പാസ്റ്ററോ കമ്മിറ്റിയോ ആരെങ്കിലും അതിനെ തടഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും തടഞ്ഞിട്ടുണ്ടോ? അതിനെ തടയാത്തെ അച്ഛനങ്ങനെ പോര്. ഈ കാലത്തിന് വന്ന മാറ്റം അറിയാതെ ഇവിടെ എന്തോ കുഴപ്പം സംഭവിച്ചെന്നാണ് പിന്നെയും പറയുന്നത്. പണ്ടൊക്കെ ആളുകൾ 10 12 ആയാലും പോകില്ല. അന്ന് വേറെ പണിയില്ലെന്ന്. ഇന്ന് 12 പേരെ എന്ന് വെച്ചാൽ നാളെ ചെന്നാലേ IT-ലൊക്കെ ജോലി നിൽക്കുന്നതിൻ്റെ ജീവിതം അങ്ങ് പോകും.
മാത്രമല്ല അന്നത്തെക്കാൾ യോഗത്തിൻ്റെ എണ്ണം കൂടുതലല്ലേ. ഇവിടെ യോഗം അപ്പുറത്ത് യോഗം. അതിൽ ഇപ്പം ചിലരെ വിചാരം ഈ ചൂട്ടുകെട്ട കെട്ടിപ്പോയപ്പോൾ കിട്ടിയതാ ആത്മീയം. യഥാർത്ഥ ആത്മീയനെ ചൂട്ടുകെട്ടേ വന്നാലും കാറേ വന്നാലും നടന്നു വന്നാലും അവനെ ഇതൊന്നും ബാധിക്കുകയില്ല. മനസ്സിലായില്ലേ? ഇത്തരം ചൂട്ടുകെട്ടക്കാട് പറയണം അച്ഛൻ അങ്ങനെ വാ, പുള്ളി വരത്തുമില്ല. ഇവിടെ വ്യാഖ്യാനിയുണ്ടോ? ഇതാരോടോ അച്ഛൻ ചോദിക്കുന്നത്? അച്ഛൻ ആരുടെ ശമ്പളം കൊടുത്താക്കിയിട്ടുണ്ടോ ഇവിടെ വ്യാഖ്യാനി? അങ്ങനെ കിട്ടുന്ന സാധനമല്ല. അച്ഛൻ എന്താ തടസ്സം? നമ്മൾ ഈ ക്രിട്ടിസൈസ് ചെയ്ത നമുക്കെന്താ തടസ്സമെന്ന് നമ്മളിതെല്ലാം കൂടെ ഒരാൾക്ക് കൊടുത്തേക്കാണോ? മറ്റുള്ളവർ ഈ സഭയിലൊരു സന്തോഷമില്ല. ആരാ സുഹൃത്തെ നിങ്ങളുടെ സന്തോഷം കളഞ്ഞത്? ആരാ പറ? ഉത്തരവും ഞാൻ പറയാം. എൻ്റെ സന്തോഷം ഞാൻ കളഞ്ഞല്ലേ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷമാണ് കളഞ്ഞേ. ഇവിടെ ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് സന്തോഷിക്കരുതെന്നോ വ്യാഖ്യാനിക്കരുതെന്നോ ദൂതറിയിക്കരുതെന്നോ എവിടെയെങ്കിലും പറഞ്ഞോ? ഒരു സർക്കുലർ വന്നോ IPC ഇങ്ങനെ വല്ലോ? നേരത്തെ ഉണ്ട് അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ. ആ കാരണത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ കാരണം ഞാൻ ഇന്ന് എൻ്റെ കുറ്റം സമ്മതിക്കാതെ മറ്റൊരുത്തൻ്റെ മണ്ടേ ആരോപിക്കുകയാണ്. പണ്ടത്തെ സന്തോഷം കിട്ടുന്നില്ലെന്ന് ഞാൻ അതിന് കാരണം എന്നിൽ കണ്ടെത്തുന്നില്ല, നിങ്ങളിലാണ് കണ്ടെത്തുന്നത്. നിങ്ങളിലെന്തോ കുഴപ്പമുണ്ട്. ഞാൻ ക്ലിയറാ, നിങ്ങളിലെന്തോ കുഴപ്പമുണ്ട്. അതല്ല, നമുക്ക് ഒരുമിച്ച് കൺഫസ് ചെയ്യാം. അതാ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒരുമിച്ച് അകപ്പെട്ട ഒരു പ്രശ്നത്തെ ഇങ്ങനെയാണ് നേരിടേണ്ടത്. അത് വീതം വെച്ച് കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ റോള് ഞാൻ ചെയ്യണം. അപ്പോൾ ഇതുണ്ടായിക്കോളും. ഉണ്ടാകത്തില്ലേ? അപ്പോൾ പിടികൊടുക്കാതെ നമ്മൾ മനസ്സിൽ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു തലം വിട്ടുകൊടുക്കാതെ നമ്മൾ ഈ സംസാരിക്കുന്നതും കൂടുന്നതൊക്കെ എന്നിട്ട് ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? സെൽഫ് ക്രിറ്റിസിസം. അത് നടത്ത്, ഇത് ഓക്കെ ആവും. ഇനി അതിലേക്ക് തന്നെ ഞാൻ വരാം. ഇനി ഒരു തെറ്റ് തിരുത്തുകയാണ്. നമ്മൾ പാടുമ്പോഴൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുകയും പാടുകയൊക്കെ ചെയ്യുന്നത് കൊടിയ കാറ്റടിക്കണമേ ആത്മമന്ന മാരുതനി ദാസർ മധ്യത്തിൽ അല്ലേ? പിന്നെ പാടും. ഇപ്പോൾ പുതിയൊരു പാട്ടുണ്ടല്ലോ, കാറ്റായിട്ട് അടിക്കണേ ഇലയായിട്ട് വീഴണേ. വേറെന്തുവാ ഓർക്കുന്നില്ല, അതുകൊണ്ട് പറഞ്ഞാ എൻ്റെ ഇത് പാടിക്കോ. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന്. നടക്കത്തില്ലെന്ന് ഉറപ്പ് പറയല്ല, നടക്കുകയില്ലെന്നല്ല, നടക്കേണ്ട കാര്യവും ഇല്ല അങ്ങനെ. കാരണം ബൈബിളിലെ അനുഭവങ്ങൾ കോപ്പി ബുക്ക് ശൈലിയിൽ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. എന്താ തെളിവ്? വിവരിക്കുന്ന ഒരു അന്യഭാഷയുള്ളവരുണ്ടല്ലോ. നിങ്ങളിത് പ്രാപിച്ചപ്പോൾ അഗ്നിജാല പോലെ പിളർന്നോ? കൊടിയ കാറ്റടിച്ചോ? ഇരിക്കുന്നിടം കുലുങ്ങിയോ? ഇല്ല. പക്ഷെ മറ്റു ചില അനുഭവങ്ങളുണ്ടായി. മനസ്സിലായില്ലേ? 100 പേർക്ക് 100 തരം അനുഭവങ്ങളാണ് ഉണ്ടായത്. ആ വ്യത്യസ്തതകളിലൂടെ ആത്മാവ് നടത്തും. അല്ലേ ഇങ്ങനെ പറയാം, ഈ കൊടിയ കാറ്റുകൊണ്ട് ചുരുങ്ങണ്ടെന്നേ അതിലും വലുത് ദൈവം വെച്ചിരിക്കുകയാണ്. അത് ബിഗിനിങ്ങാണ്. വ്യക്തത വന്നോ? അത് മാത്രമല്ല, വേറൊരു പാട്ടി പറയലേ, അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ. ഇത് ഞാൻ പാടുമെന്ന് വെച്ചാൽ പിന്നെ പാടാതിരിക്കാനൊക്കെ പെട്ടുപോയില്ലേ? സത്യത്തിൽ ഇതും ഒരു തവണ സംഭവിച്ച കാര്യമാണ്. അപ്പോസ്തലർ രാത്രികാലെ ആരാധിക്കുന്നു, ചങ്ങല പൊട്ടുന്നു, പിറ്റേന്നൊരു ചങ്ങല വരുന്നു, അതും പൊട്ടിക്കുന്നു. അങ്ങനെയായിരുന്നോ? ഇത് ദിവസേന നടക്കുന്നൊരു പ്രക്രിയയായിട്ടാണ് പാടുന്നത്. പക്ഷെ ഒരിക്കൽ പിന്നെ ഇതേ കക്ഷികൾ പറയാം, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവനം ചെയ്യാമെന്ന്. ഇപ്പം പിടികിട്ടിയോ? ഇപ്പം ചങ്ങല ധരിക്കുന്നതും ചങ്ങല പൊട്ടുന്നതും എല്ലാം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ലോകത്തേറ്റവും അധികം അനുഗാമികൾ നമ്മുടെ കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കാശ് തരാമെന്നല്ല, കോടീശ്വരനാക്കാവുന്നല്ല, കുഞ്ഞുങ്ങളെ എൻ്റെ കൂടെ വന്നാൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്. അതറിഞ്ഞിട്ട് തന്നെയാണ് കൂടിയത് നമ്മളും. ശരിയല്ലേ? എൻ്റെ അർത്ഥം എപ്പോഴും കഷ്ടമല്ല, ചില ആശ്വാസങ്ങളും അവൻ വെച്ചിട്ടുണ്ട് ഇല്ലേ? അതും അനുഭവിക്കുന്നത് നമ്മളാ. അതിജീവനവും അവൻ വെച്ചിട്ടുണ്ട്. അങ്ങനല്ലേ? കഷ്ടമുണ്ടെന്ന് കാര്യം പറഞ്ഞിട്ട് വിളിച്ച് ഇത്ര അനുഗാമികളെ കൂട്ടിയ വേറെ ഒരാളും ലോകത്തില്ല. ബാക്കി ആൾക്കാരൊക്കെ വാഗ്ദാനം പറഞ്ഞാൽ വന്നേക്കുന്നത്. ഈ പാർട്ടി ചേർന്ന ഇന്നത് കിട്ടും, LIC കൂടിയ അത് കിട്ടും, ഇത് കിട്ടും, ഇതെല്ലാം പറഞ്ഞാൽ കൂട്ടിയേ. പക്ഷെ നമ്മുടെ കർത്താവ് മാത്രമേ തങ്ങളുടെ അടുത്ത് പറയൂ, എൻ്റെ കൂടെ കൂടിയാൽ കുഞ്ഞുങ്ങളെ ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെട്ടോളാൻ. എന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് കൂടെ എന്ന്. അല്ല, കഷ്ടം വരുമ്പോൾ പാത്തിരിക്കുകയല്ല, ഞാനുണ്ട് കൂടെ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, ഗുരു പറഞ്ഞേ. എന്നതുപോലെ ഈ സംഭവത്തെ നമുക്കിനി അടുത്തതിലേക്ക് പോകാം. നമുക്ക് നോക്കാം, ഇവിടെ ആരെങ്കിലും വ്യാഖ്യാനിച്ചോ? മറ്റൊരു കേട്ടപ്പോൾ പിടിയിട്ടാണ്. ഇനി
അടുത്തത് ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ അവർ സന്തോഷിച്ചു അല്ലേ, ആനന്ദിച്ചു, ആത്മനിറവിനെ പ്രാപിച്ചു. അവിടെ വ്യാഖ്യാനിയില്ല. ഇനി അടുത്തത് ഈ എഫസോസിൽ, കൊർന്നല്യോസിൻ്റെ അപ്പോസ്തലപ്രവൃത്തി 10 ഞാൻ ഈ വാക്യം പറയാറില്ല, നിങ്ങൾ വായിക്കാൻ വേണ്ടി മൊത്തം വായിക്കണം, അല്ലേ അത് മാത്രം വായിച്ചു പോകുക. അതിനാണ് ഈ ചാപ്റ്റർ പറയുന്നത്. ചാപ്റ്റർ പറയും. ആക്ട്സ് ചാപ്റ്റർ 10 കൊർന്നല്യോസ്. ആക്ട്സ് ചാപ്റ്റർ 19 എഫസോസ് അല്ലേ. എഫസോസിൽ ചെന്നു. അപ്പം അവിടെ കിടക്കുകയാണ്. ആത്മാവ് എഫസോസുകാർക്ക് കിട്ടി, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അതൊക്കെ അറിയാലോ. അവിടെയും അന്യഭാഷ ഭാഷണമുണ്ട്, അവിടെ പ്രവചനം കൂടെയുണ്ട്. അവർ പ്രവചിച്ചു എന്നാണ്. ഇനി ഇതൊക്കെയാണെങ്കിലും എന്നോട് ചോദിക്കുക, ഏതാകണം ഇന്ന് നമ്മുടെ IPCയിൽ അല്ലെ ചർച്ചക്കോടി ആരോൺ അല്ലെ ക്രിസ്തീയ സഭയിൽ ആക്ട്സ് ചാപ്റ്റർ 2 നടന്ന കാര്യമാണോ നടക്കണ്ടേ? കൊർന്നല്യോസിൻ്റെ വീട്ടിലെ പോലെയാണോ, എഫസോസിലെ പോലെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊന്നും അല്ല, ഇവയെ അല്ലെന്ന്. എന്താ കാര്യം പറയാം. അപ്പോസ്തല പ്രവൃത്തി ഒരു ചരിത്രകൃതിയാണ്. അതിൻ്റെ അർത്ഥം അവിടെ നിന്ന് നമുക്ക് മാതൃകകൾ സ്വീകരിക്കാം, ഉപദേശം എടുക്കാൻ പാടില്ല. വ്യക്തത വന്നോ? ഇല്ല, കൺഫ്യൂഷൻ വന്നല്ലേ. അപ്പോസ്തല പ്രവൃത്തി ഡോക്ടർ എടുക്കല്ലെന്ന് പറയാൻ കാരണം എന്താ? തെറ്റുപറ്റുന്ന മനുഷ്യൻ തെറ്റുപറ്റാത്ത ദൈവത്തെ എങ്ങനെ ആരാധിക്കാൻ ശ്രമിച്ചു, ആ മനുഷ്യൻ്റെ ശരിതെറ്റുകൾ അതിലെഴുതിയിട്ടുണ്ട്. ഷാമ്പിൾ മുടി മുട്ടയടിച്ച് തല വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും പോയി. ഓർമ്മയുണ്ടോ? അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് തെറ്റിപ്പിരിഞ്ഞു. എല്ലാത്തിലും ഒരു വലിയൊരു കാര്യം കാണാം. തങ്ങൾക്കുള്ളതെല്ലാം പൊതുവകയെന്നെണ്ണി ഉള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ടുവച്ച് ഒന്നിച്ച് കഴിച്ചു കുടിച്ചു പോയി. ഇതെങ്ങനെയുണ്ട് ഈ ജീവിതം? സന്തോഷമാണോ? ഞാൻ എൻ്റെ മനസ്സ് തുറന്നു പറയും, എനിക്കിത് പറ്റിയില്ല. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന പോലെ ഉള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ട് പാർസൽ എടുത്ത് കൊടുത്തു വെച്ച് എൻ്റെ കുഴപ്പം പറയാം. എനിക്കിടയ്ക്കൊരു ചായ വേണം. ഞാൻ താഴോട്ടില്ലുമ്പോൾ ചായക്ക് ഒരു സമയമുണ്ട്, അന്നേരം വന്നാൽ മതിയെന്ന്. ഇതിരുന്നല്ലേ എനിക്കെൻ്റെ പ്രൈവസി അല്ലേ, എൻ്റെ ചെറിയ വീടും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന എൻ്റെ സ്വാതന്ത്ര്യം പോയെന്ന്. കാരണം എനിക്കുള്ളതെല്ലാം വിറ്റ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്നിച്ച് ജീവിച്ചോളാൻ കർത്താവ് പറഞ്ഞല്ലെന്ന് ഇവർ ആവേശം കയറി ചെയ്തതാന്ന്. മനസ്സിലായി പറഞ്ഞേ? ഇത് ഡോക്ടറിനാണോ? ഞാൻ പറഞ്ഞു ഇത് കർത്താവ് പറഞ്ഞില്ല, അവർക്ക് തോന്നിയൊരു സന്തോഷം. തെറ്റാന്നല്ല ഞാൻ പറഞ്ഞേ. ഇനി അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയണ്ടേ? ഒരു കുടുംബം അങ്ങ് നശിച്ച് കിട്ടി. അത് ആവേശം കയറി അവരും ചെയ്തത് ആകപ്പാടെ കുളമായി. കർത്താവ് പറഞ്ഞിട്ടില്ല. ആവേശം കയറി നമുക്ക് തോന്നുന്ന തോന്നലുകളെ നടപ്പിലാക്കിയതാണ്. അത് പക്വമല്ല. അവർക്ക് സന്തോഷമൊക്കെ ഉണ്ടായി. ഇതിൻ്റെ ഒരു കാരണം അത് പറ്റും. കാരണം കർത്താവ് പെട്ടെന്ന് വരുമെന്നൊരു തോന്നലിൽ പിന്നെ പഠനവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് കർത്താവിനോട് പോകണം, ഈ ഒരു തീവ്രമായ ആഗ്രഹത്തിൽ സംഭവിച്ച ഒരു വികാസം വന്നിട്ട് ഈ വീണ്ടും വരവിനെക്കുറിച്ചും മടങ്ങി വരവിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു സഹോദരിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഒരാഴ്ചയിൽ അന്യഭാഷയും പ്രാപിച്ചു. അങ്ങ് ഭയങ്കര സന്തോഷം. ഒത്തിരി ആകുലതകളെല്ലാം മാറി. അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷി പറഞ്ഞു, ഞാൻ സത്യത്തിൽ ഈ ദൈവസ്നേഹവും ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ലോകവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഈ ആത്മസന്തോഷത്തിൻ്റെ സുഖം കാരണം, എനിക്ക് കിട്ടിയ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആഴം കാരണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകാം. മനസ്സിലായോ? ഞാൻ ലോകത്തെ അത്ര കണ്ട് വെറുത്ത് എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ പോയാൽ മതി, എനിക്ക് ഈ ലോകം, ഇവിടുത്തെ വിദ്യാഭ്യാസം, ഇവിടുത്തെ ഒന്നും എനിക്ക് ആവശ്യമില്ല, എൻ്റെ കർത്താവിൻ്റെ ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുക, എനിക്ക് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ പോയി മരിക്കുമെന്നു. ഇത് ആവേശം. നിത്യതയും കൂടെ പോകുന്ന കേസാ ചങ്ങാതി പറഞ്ഞ്. അണ്ട് ആവേശമല്ല ക്രിസ്തീയ ജീവിതം. മനസ്സിലായില്ലേ? പെട്ടെന്ന് തോന്നുന്ന തോന്നലിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല ക്രിസ്തീയ ജീവിതം. അതിന് പക്വത വേണം. കർത്താവ് വരുന്നു എന്നുള്ളത് ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാനുള്ള ലൈസൻസ് അല്ലെന്ന്. മക്കളെ കെട്ടിച്ച് വിടാതെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാതെ. ഇവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചൊരുത്തൻ ഇങ്ങനെ പൊതുവാന്നും പറഞ്ഞ് കറങ്ങി അവസാനം പുള്ളിയുടെ ഭാര്യ തിരക്കി വന്നു. അച്ഛനെ കണ്ടിട്ട് 3-4 ആഴ്ചയായിരുന്നു. ഈ പുള്ളി ക്ലാസ്സിൽ വന്നിരിക്കുക. പുള്ളി എങ്ങാണ്ടെല്ലാം കറങ്ങി ഇവിടെ വരും. അപ്പം ഞാൻ ചോദിച്ചു, ബ്രദറെ
വീട്ടിൽ പോയോ? ഇല്ല. അതാണ് ഞാൻ ചോദിച്ചു, എന്നാ വിഷയം? അതേ, ഞാൻ പൊതുവാന്ന് പറഞ്ഞു, പൊതു ശുശ്രൂഷ. ഞാൻ ചോദിച്ചു, അതെന്നാ സർക്കാർ ദേശസാൽക്കരിച്ചോ നിങ്ങളെന്ന് ചോദിച്ചു. ഈ പൊതു എന്ന് പറഞ്ഞാൽ എന്താ, ഗവൺമെൻറ് വകയെന്നാണ്. അവസാനം കേട്ടിട്ട് പറയാ, ഞാൻ ചോദിച്ചു കുടുംബവും കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ? അതെല്ലാം ദൈവം നോക്കിക്കോളൂ. ഞാൻ ചോദിച്ചു, അങ്ങനല്ലല്ലോ കല്യാണം കഴിച്ചപ്പോൾ പറഞ്ഞേ. അല്ല, കല്യാണം കഴിച്ചപ്പോൾ ഇങ്ങേരെന്തോ കൈ കൊടുത്ത് വെച്ച് പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത്. വാക്ക് പറഞ്ഞാൽ പാലിക്കണം. കർത്താവ് നോക്കിക്കോട്ടെ, അത് വേറെ കാര്യം. ഇങ്ങനെ കുടുംബം നോക്കണ്ടേ, കുഞ്ഞുങ്ങളെ നോക്കണ്ടേ? ലൈഫിൻ്റെ നിരാസമല്ല ക്രിസ്തീയ ജീവിതം. ജീവിതത്തിൻ്റെ നിരാസമല്ല, ജീവിതം ഒന്നും അല്ലെന്ന് പറഞ്ഞ് നിരസിക്കലല്ല. ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ അക്സെപ്റ്റ് ചെയ്തിട്ട് അത് വിവേകത്തോടു കൂടി പെരുമാറുന്നതാണ് ക്രിസ്ത്യൻ ലൈഫ്. പിടികിട്ടിയോ? അല്ല വിറ്റ് കൊണ്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് തിരിച്ചെടുക്കണമെന്ന് തോന്നി, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് മാതൃകകൾ സ്വീകരിക്കാം. പത്രോസിനെ മാതൃകയാക്കാം, പൗലൂസിനെ മാതൃകയാക്കാം. പൗലൂസിനെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. പക്ഷെ അത് ഡോക്ട്രിനല്ല. മനസ്സിലായില്ലേ? ഡോക്ട്രിനല്ല. ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡു, നിങ്ങൾ ഇവണ്ണം ചെയ്യുവീൻ, അതാണ് ഡോക്ട്രിൻ. ബാക്കി ഓപ്ഷണലാണ്. മനസ്സിലായോ കാര്യങ്ങൾ? ഇനി നമുക്ക് ഡോക്ട്രിൻ തന്നേക്കുന്നത് എവിടെയാണെന്നറിയോ? ലേഖനങ്ങളിലാണ് പൗലൂസ് എങ്ങനെ പോകണം. അപ്പോസ്തലപ്രവൃത്തി പറയുന്നത് സഭ എങ്ങനെ പോയി. ഇനി ലേഖനം പറയുന്നത് നിങ്ങൾ എങ്ങനെ പോകണം. അപ്പോൾ ഇനി അന്യഭാഷയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയൊക്കെ ലെജിസ്ലേറ്റ് ചെയ്യാൻ പോവാം. ലീഗലായിട്ട് സഭ എങ്ങനെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ ഭാഗത്തിലേക്ക് നമ്മൾ പോവാം. 1 കൊരിന്ത്യർ 14:1 മുതൽ വായിച്ചു. വാ സകല സംശയം ഇപ്പം മാറ്റിക്കോണം. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ല. എങ്കിലും ഇവനെന്താ പറയുന്നത് അറിയണ്ടേ? ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മനസ്സിലായോ? ആക്സിൽ ഒരു സംഭവം ആകണ്ട, എക്സെപ്ഷനുള്ളൊരു സംഭവം. ഇത് നിയമമാക്കി സഭയെ ഏൽപ്പിച്ചപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട രീതി പറയുക. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. ഉണ്ട് ബ്രദറുകാരൻ നമ്മോട് ചോദിക്കുക, ആരെങ്കിലും ചോദിക്കുക, നിങ്ങൾ ഈ അന്യഭാഷ പറഞ്ഞിട്ട് മനസ്സിലായല്ലോ, ചേട്ടനോടല്ല. മനസ്സിലായില്ലേ? നീ മുതൽ ആരെങ്കിലും ചോദിക്കുക, അത് പിടികിട്ടില്ലോ, ചങ്ങാതി നിന്നോടല്ലെന്ന് വീണ്ടും പറഞ്ഞാൽ ചോദിക്കണം. ഇത് എന്നോട് ചോദിച്ച ഈ ബ്രദറുകാർ കുറേ പേര് കൂടി, ഇപ്പോൾ എന്താ ഇത് മനസ്സിലാകത്തെ? ഞാൻ പറഞ്ഞു കാരണം അത് അന്യഭാഷയാണ്. വീണ്ടും ചോദിച്ചു, മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് അന്യഭാഷയാണ്. പിന്നെയും പറഞ്ഞു മനസ്സിലായില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അന്യഭാഷയാണ്. മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. ആരും തിരിച്ചറിയുന്നില്ല. കേട്ടോ പറഞ്ഞേ? കൃത്യം മറുപടി പരിശുദ്ധാൽ വഴിയൊക്കെ. ഒരു വ്യാഖ്യാനിയുടെയും വേണ്ട, ഒരു ഗ്രീക്കും വേണ്ട, ഒരു തമിഴും വേണ്ട, ഇംഗ്ലീഷ് ബൈബിളും വേണ്ട. തമ്പുരാൻ കറക്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലെന്ന്. എന്നാൽ വ്യാഖ്യാനവരം അനിവാര്യമായ ഘട്ടത്തിൽ ദൈവം ചിലർക്ക് കൊടുക്കും. ഞാൻ അതിലേക്ക് വരാം. എൻ്റെ കഴുത്തിന് പിടിച്ചൊരു ഞെക്ക് കൊടുത്താട്ടെ, പ്രാണനെ താലോലിച്ച് മിണ്ടാതാക്കിയട്ടെ. ഇടയ്ക്കൊരു ചവടക്കൊരു പാസ്റ്ററുടെ കയ്യിൽ നിന്നൊരു മൊബൈൽ താഴെ വീണു. അപ്പോൾ ഒരു കോള് വരുന്നു. അതിനകത്തൊരു പാട്ടാ, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരമെന്ന്. ഞങ്ങളുടെ ഒരു അമ്മച്ചിക്ക് ഈ മൊബൈൽ എടുത്തത് സംസാരിക്കാൻ അറിയില്ല, എവിടെ തുടരണമെന്ന്. ഒരു മൊബൈൽ തന്നെ ഇങ്ങനെ പിടിച്ചു പറയും, പിള്ളേർ വരട്ടെ, ബെല്ലടിച്ചുകൊണ്ടിരിക്കുക, അതിനോട് പറയാം മക്കൾ വരട്ടെ എന്ന്. എന്നാൽ ഇത് കൊണ്ടു നടക്കാൻ ഇരിക്കണ്ടേ, ഇതിനെ താലോടിച്ച് മിണ്ടാതാക്കാൻ പഠിച്ചോണം. ഒരു കാര്യം ഈ മക്കൾ കൈകാര്യം ചെയ്യണേ. നിങ്ങൾ ഈ 3 ദിവസം എൻ്റെ മൊബൈൽ വല്ല അടിക്കുന്നത് കേട്ടോ, എന്ത് കോൾ വരുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചെറിയൊരിത് പറഞ്ഞാൽ ഒരു ചെറിയ മാതൃക. ദൈവത്തിൻ്റെ നെറ്റ്വർക്ക് സജീവമാകുന്ന ഇടമായത്. ബാക്കി ഇനി അത്യാവശ്യമാണ് എടുക്കരുതെന്നൊന്നും അല്ല കേട്ടോ, അത്യാവശ്യ കേസ്. ഈ ഹാളിലേക്ക് വരുമ്പോൾ ദൈവമക്കൾ
ഇതൊന്ന് ഓഫാക്കിയിട്ട് വന്നു. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് നമ്മൾ അന്തസ്സായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയല്ലോ. ഇതൊന്ന് ഓഫാക്കിയിട്ട് കയറിയ വിഷമെല്ലാം അങ്ങ് മാറും. സ്തോത്രം. പിണങ്ങി പറഞ്ഞല്ല കേട്ടോ. ഞാനങ്ങനെ ഹരാസ് ചെയ്ത് സംസാരിക്കുന്ന ആളുമല്ല. അപ്പോൾ തിരിച്ചു വരാം. ഇനി അടിയന്തരമായൊരു കോള് വേണേ എടുക്കാതിരിക്കാനൊന്നും പറഞ്ഞല്ല, അത് ചെയ്തോണം. എവിടെത്തി നമ്മൾ? അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടത്രേ, ആരും തിരിച്ചറിയുന്നില്ല. 1 കൊരിന്ത്യർ 14 1, 2, 3 ബാക്കിയൊക്കെ മനസ്സിൽ കിടന്നോണം. ഇനി ഇതിനകത്തൊരു കാര്യമുള്ളത്, എന്തിനാണ് ഈ അന്യഭാഷ എന്നറിയണ്ടേ? അന്യഭാഷയിൽ ഓഫാക്കിയത് കുഴപ്പമില്ല. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ അവൻ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ല. എന്നിട്ട് പറയാണ്, അവൻ സംസാരിക്കുമ്പോൾ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. എന്തിനാ അന്യഭാഷ പറയുന്നത്? പേഴ്സണൽ സ്പിരിച്വൽ എഡിഫിക്കേഷനാണ്. ഓക്കെ, പേഴ്സണൽ സ്പിരിച്വൽ എഡിഫിക്കേഷൻ വ്യക്തമാക്കാം. ഇനി വേറൊരിടത്ത് ഒരു വാക്കിയുടെ പറഞ്ഞാലേ ശരിയാവുള്ളൂ. പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കുവാൻ നമുക്കറിയില്ലെന്ന്. അറിയോ? അറിയത്തില്ല. അതാദ്യം സമ്മതിക്കും. പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ലെന്ന്. കലാപരമായിട്ട് പറയാൻ അറിയത്തില്ലെന്നല്ല. ഈ കലാപരമായ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മൾ ഈ കൺവെൻഷനൊക്കെ പോയാൽ മതി. ചില ദിവസന്മാരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മാൻപീടകളെ പ്രസവിപ്പിക്കുമാറാക്കുന്ന, വനങ്ങളുടെ തോലൊരിക്കുന്ന. ഇതുപോലെ പോലീസുകാരും കേട്ട കേസെടുക്കും, വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച്. കാരണം അവർക്കിത് വേർഷൻ അറിയത്തില്ലേ കേസെടുക്കുന്നു. ഇതെന്തുകൊണ്ട് യോഗം നടത്തിയിട്ട് ഇവർ വനങ്ങളുടെ ആരുടാന്ന് ചോദിക്കും. ഇന്നലെ പീച്ചിയപ്പോഴാണ് ഡിസിക്കായെന്ന് ചോദിച്ച പോലെ കളിയങ്ങ് മാറും. നമ്മളീ പറയുന്ന പല വേർഷനും ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈയിടയ്ക്ക് നമ്മുടെ കൂടെ പിള്ളേരല്ല ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്ത് പോവുക, സ്ഥലപ്പേര് പറയുന്നില്ല, ഞാൻ എക്സാമ്പിൾ അങ്ങ് പറയാം. കോട്ടയം ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ യുവജന വിഭാഗമായ PYPയുടെ ആഭിമുഖ്യത്തിൽ മദ്യം, മയക്കുമരുന്ന്, പീഡനം ഇത്രയും പെടുന്നതിന് വണ്ടി 2 കിലോമീറ്റർ അപ്പുറത്ത് പോകും. ഞാൻ പിള്ളേരെ നിർത്തി കാര്യം മുഴുവൻ പറഞ്ഞു പോലെ ഇതുവരെയും നമുക്കുള്ള ഇമേജ് പോകും. കേൾക്കുന്നോ വിചാരിക്കുന്നതാ IPC സഭയുടെ ആഭിമുഖ്യത്തിൽ മദ്യം, മയക്കുമരുന്ന്, പീഡനം, സാമൂഹ്യ തിന്മകൾ, തീവ്രവാദം, പേടിച്ചു പോവും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മളെ പറയുന്നത് കലാപരമാണ്. അപ്പോൾ പകരം ഇതെന്തല്ല, പ്രാർത്ഥിക്കേണ്ടും വണ്ണം പറയാം. അടുത്ത നിമിഷം എന്നെ കാത്തിരിക്കുന്ന, നിങ്ങളെ കാത്തിരിക്കുന്ന പ്രതിസന്ധി എന്തെന്ന് നമുക്കറിയില്ലെന്ന്. നമുക്കറിയില്ല. അതാ പറഞ്ഞത്, പ്രാർത്ഥിക്കേണ്ടും വണ്ണം പ്രാർത്ഥിക്കാൻ നമുക്കറിയില്ല. അറിയില്ലെന്നുള്ള ഞാൻ വേറൊരു തെളിവിടെ തരാം. എന്നോട് പാസ് പറയാന്ന് പ്രാർത്ഥിക്കണം, പാസേ ഞങ്ങളിവിടുത്തെ പ്രാർത്ഥിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കും. ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ തോമസ് പാസ്റ്റർ അനുഗ്രഹിക്കണേ. അപ്പോൾ ദൈവം കേട്ടേ ചൊല്ലിച്ചു, അനുഗ്രഹിക്കാം. എങ്ങനെ അനുഗ്രഹിക്കണം എനിക്കൊന്നും അറിയത്തില്ല. ഞാനാകെ പപ്പ അടിക്കും. ഞാനെന്ത് പറയുമോ, അത് ഉണ്ടല്ലോ ഒരു അതിൻ്റേതായിട്ടുള്ളതായ ഒരു അങ്ങനെ അനുഗ്രഹിക്കണം. കാരണം എനിക്കറിയത്തില്ല അദ്ദേഹത്തിൻ്റെ കാര്യം എന്താണ്. നമ്മൾ ആളുകളെ ഉൾക്കൊള്ളുന്നില്ലെന്ന്. പിടിയിട്ടിയോ? ഇതൊക്കെ ഒരു ചടങ്ങായിട്ട് പോകുന്നതിൻ്റെ ഭീകരത പിടിയിട്ടിയോ? നമുക്ക് ആരെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്? സ്വന്തം കാര്യം പറ്റും, അതിന് പുറത്തുള്ളൊരു ലോകത്തെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരവസരം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയേ. ഈ സർക്കിളിന് പുറത്തെ ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ ലോകം, അതിനപ്പുറത്തുള്ളൊരു ലോകത്തെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? നമുക്ക് അറിയില്ലെന്ന്. അതിനെ നമുക്കൊരു അഡ്വക്കേറ്റിനെ വെച്ചു അറിയാത്ത കാര്യത്തിന്. നമ്മൾ കോടതി കയറി സംസാരിച്ച കോടതിക്ക് നമ്മുടെ ഈ ഭാഷയും ശൈലിയും അത് പെനാൽറ്റി ഫൈൻ വരും. നമ്മൾ കയറി പറഞ്ഞു. ഇപ്പോൾ ഉദാഹരണം കോടതി ചോദിക്കുക, ഇതെപ്പോഴേ ഈ സംഭവം? അതൊരു 9, 9:30, 10, 10:30 ഫൈനെന്നൊക്കെ ആയി കാണും സാറേ. ഇത് നമ്മുടെ മാസയോഗമല്ല 9, 9:30, 10:30 ഫൈനെന്ന് പറഞ്ഞാൽ കളി മാറും അവിടെ. അതിനാ ഒരു വക്കീലിനെ വെച്ചിരിക്കുന്നത്. വക്കീൽ കറക്റ്റ് കാര്യം പറയും. അങ്ങനെ ഒരു വക്കീലൊരു പറ്റി. ഒരിക്കലും പുള്ളിയോട് പറഞ്ഞു, നിന്നൊക്കെ ഈ പൊട്ടത്തരമെല്ലാം വിളിച്ചു പറയാം, അവിടെ നീ അവിടെ നിന്ന് ചോദിക്കുമ്പം ഞഞ്ഞാമിഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ബാക്കി ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇവിടെ നിൽക്കുക. അപ്പം വക്കീൽ ചോദിച്ചു, കോടതി ചോദിച്ചു കാര്യങ്ങളെന്ന് വെച്ചാൽ പുള്ളി ഇങ്ങനെ ഞഞ്ഞാമിഞ്ഞാന്നൊക്കെ ഇങ്ങനെ കാണിച്ചു. ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക്
ലാസ്റ്റ് കോടതിക്ക് തന്നെ മനസ്സിലായി പൊട്ടനാ. അപ്പോൾ വക്കീൽ പറഞ്ഞ അതറേ ആൾ പൊട്ടനാ, ഈ മനുഷ്യനെ ഒന്നും ചെയ്തില്ല, പാവം മനുഷ്യൻ. അങ്ങനെ കേസും തള്ളിപ്പോയി. അപ്പം പുറത്തോട്ടിറങ്ങിയപ്പോൾ വക്കീൽ ഫീസ് ചോദിച്ചു. അപ്പോഴും ഇവൻ ഇതുപോലെ കാണിച്ചു, ഞാന്നൊക്കെ ഇങ്ങനെ കാണിച്ചു. ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവങ്ങൾ. പറഞ്ഞത് നമുക്കറിയില്ലെന്ന് ചിലത്. അതിന് കോർട്ടിൻ്റെ ഭാഷ പഠിച്ച ഒരാളവിടെ ഉണ്ട്, വക്കീൽ. നമുക്കൊരു അഡ്വക്കേറ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവ്. അവിടുന്ന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. നമുക്കറിയാത്തത് നമ്മുടെ നാവിൽ ഇരുന്നങ്ങ് പറയുന്നു. അതിൻ്റെ സുഖം അത് പ്രാപിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. എത്ര ക്ലാസ് എടുത്താലും വലിയ ചെറിയ സംശയമൊക്കെ മാറുമെന്നേ ഉള്ളൂ. ആത്മാവിൻ്റെ ശക്തി പതിയണം നമ്മിൽ, ആ നിറവിലേക്ക് വരണം. അത് പാടെ മാറുമെന്ന് മാത്രമല്ല, വിവരിക്കാനാവാത്തൊരു സന്തോഷം അത് ഇല്ലെന്ന് പറയാൻ വയ്യ സൗരങ്ങളെ. ഞാൻ അടുത്തൂടെ പറയാം. ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ കർത്താവിൻ്റെ കാന്തയാണല്ലേ, കാന്ത. ക്ഷമിക്കണം, പാട്ട് പാടുന്നവരും കീബോർഡ് ഉപയോഗിക്കുന്നവരൊക്കെ ക്ഷമിക്കണം. നമ്മൾ നമ്മുടെ സംഗീതമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവരിവിടെ വന്നിട്ട് ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ ഈ പാട്ടിൻ്റെ ആദ്യത്തെ ഒരു ലൈനേ പാടുള്ളൂ, പിന്നെ മിണ്ടുകയില്ല. പാവപ്പെട്ട നമ്മൾ ബാക്കി ഇരുന്ന് പാടിക്കണം. ഈ പുള്ളി ഇത്രയും പഠിച്ചാൽ എൻ്റെ ദൈവത്താൽ പിന്നൊന്നുമില്ല. നമ്മൾ നിശ്ചയാനുഗ്രഹം എന്നെല്ലാം പാടി ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും നിശ്ചയമാനുഗ്രഹം, പിന്നൊന്നുമില്ല. പിന്നെ പുള്ളി ചായ കുടിക്കാൻ പോവാ, വെള്ളം കുടിക്കാൻ പോവാ. ഇത് തണുത്തു എന്ന് കണ്ടാൽ വീണ്ടും പറയുക, ഞാൻ ഓർക്കാണ്ട് കർത്താവേ നിന്നെ രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കുറ്റത്തിനാണോ എന്നെ ഇട്ട് ഈ ദുഃഖിപ്പിക്കുന്നതെല്ലാം. നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഒരച്ഛൻ അടുത്ത കാലത്ത് പറഞ്ഞു, നീ ആ എണ്ണയല്ല ഇച്ചിരി താ, ഞാൻ വന്നിട്ട് തേച്ചേച്ച് പോകാം, വന്നിട്ട് കുളിക്കാമെന്ന്. കാര്യം പറയാം, അവിടെ നല്ല എക്സസൈസ് കിട്ടുമെന്ന്. ഇങ്ങനെ കൊട്ടൻ ചുക്കാതി എല്ലാം തേച്ചുകൊണ്ട് പോയെന്ന്. അവൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ കൈ വീശി ആരാധിക്കാമെന്ന്. വണ്ടിയുടെ വൈപ്പർ ആടുന്നല്ലോ, നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം വെച്ച് ആരാധിക്കാവുന്നു. എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, ഇത് നമ്മുടെ ഈ പ്രായത്തിലൊക്കെ പറ്റും. പ്രായമുള്ള മനുഷ്യൻ ഇങ്ങനൊന്ന് കൈ ആക്കണമെങ്കിൽ നിനക്കറിയത്തില്ല അതിൻ്റെ ബുദ്ധിമുട്ട് എന്നതാണ്. ഇപ്പം എന്നെപ്പോലെ സ്ട്രോക്ക് വന്നവൻ്റെയൊക്കെ ഒരവസ്ഥ, കൈ ഇതുപോലൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ആക്കി വരുമ്പോഴേക്കും നമ്മൾ ഇതിപ്പുറം തിരിച്ചു കൊണ്ടുവരണം, പിന്നെ ക്രെയിൻ കൊണ്ടുവരണം തിരിച്ചു വെക്കണമെങ്കിൽ. എന്നിട്ട് ഒരു കാര്യം സഹിക്കാൻ പറ്റാത്തൊരു കാര്യം, എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പം നമ്മളൊരു ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ പറയുമ്പോൾ ഇമ്മാർ പറയുക പോരാ. അതൊരു പ്രത്യേക സൗണ്ടാണ്, ഇവിടെ നിന്ന് എടുക്കുന്നൊരു സൗണ്ടില്ല. പോരാ, ഒന്നുകൂടെ ഉച്ചത്തിൽ. ഇയാളിതൊന്നും ചെയ്യുന്നില്ല. ഇത് എന്തോ പോരെന്നാ ഉദ്ദേശിച്ചേ. ശബ്ദം പോരുന്നു, ആത്മാർത്ഥത പോരുന്നു. ഇനി നമ്മളെ കൊള്ളത്തില്ലെന്നാണോ ഇയാൾ എന്തോ ഈ പറഞ്ഞേ? ആൻറ്റിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ വിഷമം? ഇപ്പം എന്നോട് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചയാൾ സഭമഹാപീഠനത്തിൽ കൂടെ കടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ കടക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇട്ട് പീഡിപ്പിക്കുക. ഞാനൊരു കാര്യം പറയാൻ വന്ന, ക്ഷമിക്കണം. ഈ വാസ്തവത്തിൽ അന്യഭാഷ ഭാഷണം ഈ പാട്ടുകാർ പറയുന്ന പോലോ പാസ്റ്റർ പറയുന്ന പോലോ ആ ടോൺ അനുസരിച്ച് പോകാനൊന്നും ഉള്ളതല്ല. നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഏത് സ്വരത്തിൽ, ഏത് അളവിൽ, എങ്ങനെ സ്തുതിക്കണമെന്നത് നമ്മൾ തീരുമാനിച്ചാൽ മതി. മനസ്സിലായോ? നമ്മളാണ് തീരുമാനിക്കുന്നത്. സ്തോത്രം. അത് ശിക്ഷണം കേൾക്കരുതെന്നല്ല, മുതിർന്ന ദൈവാസൻ്റെ ശിക്ഷണം കേൾക്കരുതെന്നല്ല അതിൻ്റെ അർത്ഥം. അതിന് പാസ്റ്റർക്ക് അധികാരമൊക്കെ ഉണ്ട്, മുതിർന്ന സഹോദരന്മാർക്ക് അധികാരമുണ്ട്. അതൊന്നും അല്ല പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കറിയാം. ഇതെന്താണെന്ന് കൂടെ പറയാം. കാന്തയായ സഭ കാന്തനാകുന്ന ക്രിസ്തുവിനോട് തൻ്റെ ഹൃദയവികാരങ്ങളെ പങ്കിടലാണ് ഈ അന്യഭാഷ. മനസ്സിലായോ? അത് വ്യക്തമാക്കാം. ഞാൻ ഈ ഹൈ റേഞ്ച് ഉൽപ്പന്നമാണ് ജനനം കൊണ്ട്. നമ്മുടെ ഒരു ചായ എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ഒരു ചായ നിങ്ങളുടെ ഒരു 3 ചായ അത്ര സ്ട്രോങ്ങാണ് കഴിക്കുന്നത്. പാമ്പ് കടിച്ചിട്ട് പോലും പാമ്പ് തിരിച്ചു പോവാ നമ്മളെയൊക്കെ. മഹാമോശമായി. പിന്നെ ആരെയാ കണി കണ്ടതെന്ന് പറഞ്ഞാൽ അവൻ തിരിച്ചു പോകും. മനസ്സിലായില്ലേ? അത്രയാണ്. അപ്പം ഞാനൊരിക്കൽ ഇതിലേ വന്നു, പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററിനോട് ചോദിച്ചു എന്നൊക്കെ. സന്തോഷം, ചായ വേണോ? ഞാൻ പറഞ്ഞു ചായ പോരട്ടെ.
ഞാനൊരു വെളിപ്പാട് പോലൊരു കാര്യം പറയാം. പുരുഷന്മാർക്കൊരു എളുപ്പമുണ്ട്. ഈ എന്ത് ചെയ്താൽ ചായ വരട്ടെന്ന് പറയല്ലാതെ സമയത്തിനത് മേടിച്ചു കൊടുക്കുകയില്ല. അതറിയായിരുന്നോ? നമ്മളിതും ചെയ്യല്ല സമയത്തിന്. പെണ്ണുങ്ങൾ പണി മുടക്കി നമ്മുടെ ജീവിതം പോക്കാ. ചായപ്പൊടി മേടിച്ചു കൊടുക്കുകയില്ല. പാസ്റ്റർ കാര്യമല്ല, ഞാൻ മൊത്തത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഈ സഹോദരിക്ക് ഇത് പാസ്റ്ററോടൊന്ന് പറയണമെന്നുണ്ട്, ഇവിടെ ചായപ്പൊടി ഇല്ല എന്നൊന്ന് പറയണമെന്നുണ്ട്. അതിപ്പോൾ ഇറങ്ങി വന്ന് പബ്ലിക്കായിട്ട് പറയാനൊക്കെ ഒരു മോശം. ആ പുള്ളിക്കാരി ഈ മറയത്ത് ഇങ്ങനെ നിന്നുകൊണ്ട് കട്ടൻ്റെ അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുക. കണ്ണൻ ദേവൻ എന്നൊക്കെയാണ് കാണിക്കുന്നത്. കണ്ണ് ദേവൻ ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു, ഇവിടെ ഇങ്ങനെയൊക്കെ വെക്കുന്നു. അപ്പോൾ ഇതാദ്യം കാണുന്ന ഒരാൾക്ക് തോന്നുന്നു ഇവർ ട്രാഫിക്കിലെങ്ങാണ്ട് ഡ്യൂട്ടിയായിരുന്നു പണ്ട്. ഇങ്ങനെ വെക്കുന്നു, ഇങ്ങനെ വെക്കുന്നു. ഇനിയും വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇവർക്ക് കൃപാവരമുള്ളവരാണെങ്കിൽ അവിടെ രക്തത്തിൽ ശക്തിപ്പെടും. കാരണം ഇളകി എന്ന് പറയും. ഇതെല്ലാം കഴിഞ്ഞ് പാസ് പറഞ്ഞു ഇവിടെ ഇരിക്കെ ഞാൻ ഗുഡ് ന്യൂസൊക്കെ വായിച്ചിരിക്കുമ്പോൾ പാസ് പുറത്ത് പോയി ചായപ്പൊടിയൊക്കെ ആയിട്ട് വന്നു. നല്ലൊരു ചായ. അപ്പം ഇതെല്ലാം ഞാനിങ്ങനെ കണ്ടിട്ട് ചോദിക്കുക, നിങ്ങളെന്തൊക്കെ മുമ്പേ കാണിക്കുന്നുണ്ടല്ലോ, എനിക്കത് മനസ്സിലായില്ലല്ലോ. കാന്തയും കാന്തനും തമ്മിൽ സംസാരിച്ചാൽ നിനക്ക് മനസ്സിലാവില്ല. നീ അത് ശ്രദ്ധിച്ചതാണ് ഏറ്റവും വലിയ കുറ്റം. അന്യഭാഷ മനസ്സിലാത്തതിൻ്റെ കാര്യം പിടിയിട്ടോ. കാന്തനോട് സംസാരിക്കുമ്പോൾ ലിപി വേണ്ട, അക്ഷരം വേണ്ട, ഭാഷ വേണ്ട. അവർക്ക് തമ്മിൽ പിടികിട്ടിയത് എന്താണ്? 2000 ആണ്ടായി ക്രൈസ്തവ സഭ തൻ്റെ കാന്തനായ ക്രിസ്തുവിനോട് സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിൽ ലയിച്ച് ഹൃദയം പങ്കിടുന്ന അനുഭവമാണ് ആത്മാവിലെ ആരാധന. പല ഘട്ടങ്ങളിലും നമ്മളെ ആക്ഷേപിച്ചൊക്കെ മനുഷ്യൻ പറയുമ്പോൾ ഈ ഭാഷയുടെ വിലയും ശക്തിയും അറിയുന്നവർ അതിൻ്റെ ആഴവും പരപ്പും അത് തന്ന ദൈവകൃപയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഇതിനകത്തൊരു തെറ്റുകൂടി പറയാം. അന്യഭാഷാ ഭാഷണത്തിൻ്റെ വിലയും നിലയും അറിയാതെ ഇത് വെറുതെ പറയുന്നതാണ് എന്തോ സംഭവം ധരിച്ചവരുമുണ്ട്. അവിടെ പറയാം, ചില ആളുകൾ ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കും. അവരുടെ കാര്യങ്ങൾ എല്ലാവരും ജോലിയും ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഉദാഹരണം, ജോലിയല്ല, ഞാനൊരു എക്സാമ്പിൾ പറയാം. ചിലയിടത്ത് ഈ യോഗത്തിന് ചെല്ലുമ്പോൾ ഇദ്ദേഹം നല്ല ആരാധനയായിരിക്കും, അന്യഭാഷ പറഞ്ഞിങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും എപ്പോഴാണ് വന്നേന്ന്. പറയും വന്നിട്ട് കുറച്ച് നേരമായി. 2 അടി കൂടി കഴിഞ്ഞ് അന്യഭാഷ പറഞ്ഞിട്ട് പറയും ചായ വിത്തൗട്ടാണോ? വിത്തൗട്ടാണ്. അതിൻ്റെ ബാക്കി പറഞ്ഞിട്ട് ചോദിക്കും ലില്ലിക്കുട്ടിയും കുഞ്ഞുങ്ങളുമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പൊന്നിയങ്ങാതി, ഇത് കാണുന്നവൻ തെറ്റിദ്ധരിക്കുമെന്ന് പിടികിട്ടിയ നിങ്ങൾക്ക്? ഇത് കാണുന്നവന് ചിന്താക്കുഴപ്പമുണ്ടാക്കും. ഒന്ന് തീരുമാനിച്ചു പോകാവൂ. നമുക്ക് ദൈവം നൽകിയ അമൂല്യമായ ഈ കൃപ ഇവഴിക്കുന്ന പലർക്കും ഈ അന്യഭാഷാ ഭാഷണം കിട്ടാത്തവരുണ്ട്. അതിൽ ദുഃഖവും വേദനയും ഉള്ളവരുണ്ട്. പരിശുദ്ധമായ ആ അനുഭവത്തിലൂടെ പോകാൻ ആത്മസമർപ്പണം ചെയ്ത പലരുമുണ്ട്. അവർ പലർക്കും കിട്ടാത്തൊരു കൃപ ദൈവം നമ്മളെ ഏൽപ്പിച്ചപ്പോൾ അധികം വിശ്വസ്തയോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. നീ കിട്ടാത്തവരെ കണ്ടിട്ട് എന്തോ കുഴപ്പം പിടിച്ച മഹാപാപികൾ ഇവിടെ ഇരിക്കുന്നു എന്ന രൂപത്തിൽ ട്രീറ്റ് ചെയ്യാനും പാടില്ല. മഹാപാപി അല്ലത്. നമ്മൾ പിന്നെ ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഏതൊരാളും ആരാണ്? വിശുദ്ധരാണ്. അതാ സമുദായ സഭകളും നമ്മളും തമ്മിലുള്ളൊരു വ്യത്യാസം. അവർ പ്രാർത്ഥന പറയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും, ഇല്ലേ? നമുക്കത് വേണ്ടാത്ത എന്താ? നമ്മൾ പാപികളാണോ? അല്ല, ധൈര്യമായിട്ട് പറഞ്ഞാട്ടോ, നമ്മളാരാണ്? വിശുദ്ധർ. സംശയമുണ്ടോ? വിശുദ്ധരാണെന്ന് സംശയം വേണ്ട. അതെങ്ങനെ നമ്മൾ വിശുദ്ധരായെന്നുള്ള ഇനി ഞാനൊരു ഉദാഹരണം പറയാം. ഈ മഹാനായ അലക്സാണ്ടർക്ക് ഒരു കുതിരയുണ്ടായിരുന്നു. ആ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് എന്നായിരുന്നു. അങ്ങനെ ആ പേരുള്ള ആരെങ്കിലും ഇപ്പോഴുണ്ട്? ഇപ്പം എണ്ണീറ്റ വിടുതലാണ്. ആരുമില്ലല്ലോ. ചില ആളുകൾ എന്തായി കേൾക്കുന്നതെന്ന് അറിയത്തില്ല, ആടി എണ്ണീക്കോ. അതിനാണ് പോട്ടെ. ബ്യൂസിഫാലസ് എന്ന് പറഞ്ഞ് ഈ കുതിരയുടെ പുറത്താണ് അദ്ദേഹത്തിൻ്റെ യാത്രയെല്ലാം. ഒരു ദിവസം ഈ അലക്സാണ്ടറെ ഈ കുതിര കറക്കി എറിഞ്ഞു. അലക്സാണ്ടർ ഒരു ആഘാത ഗർത്തത്തിൻ്റെ അങ്ങോട്ട് ചെന്നിട്ട് വീഴാൻ തുടങ്ങിയും ഒരു സാധാരണ പട്ടാളക്കാരൻ, ഒരു പടയാളി വന്ന് ഇങ്ങനെ താങ്ങി ഇങ്ങോട്ട് അടുപ്പിച്ച് രക്ഷിച്ചു. ചിനച്ച് നിൽക്കുന്ന കുതിരയെ കടിഞ്ഞാണി പിടിച്ചു വലിച്ച് കയറ്റി
കൂടെ നിന്നവരെല്ലാം പല വഴിക്ക് ചേതറി വല്ലാത്തൊരവസ്ഥയായി. പ്രതീക്ഷിക്കണില്ല. കുതിരപ്പുറത്തുനിന്ന് ചാടി ഇറങ്ങിയ ഈ പ്രാണൻ തിരിച്ചു കിട്ടിയ അലക്സാണ്ടർ പറഞ്ഞു, ഓ ക്യാപ്റ്റൻ, നീ എൻ്റെ പ്രാണനെയാണ് രക്ഷിച്ചത്. അലക്സാണ്ടർ അത് കേട്ടിട്ട് പറഞ്ഞു, പ്രഭു, അങ്ങേക്ക് തെറ്റിപ്പോയി. ഞാൻ ക്യാപ്റ്റനല്ല, ഞാനൊരു സാധാരണ പടയാളി. എൻ്റെ പ്രാപ്തിയും വിദ്യാഭ്യാസവും എൻ്റെ കഴിവൊക്കെ വെച്ച് നോക്കിയാൽ ഞാൻ ഒരിക്കലും ക്യാപ്റ്റനാവില്ല. അലക്സാണ്ടർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നോ, നീയാണ് ക്യാപ്റ്റൻ. അവൻ അന്തിച്ച് നിൽക്കും. പറഞ്ഞു, നിന്നെ ക്യാപ്റ്റനാക്കുന്നത് എൻ്റെ ഈ നാക്ക. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ ക്യാപ്റ്റൻ അല്ലാതാകത്തില്ല. ഞാനാ പറഞ്ഞത്, നീ ക്യാപ്റ്റനാണ്. എൻ്റെ കാര്യം എന്താ? അധികാരമുള്ള അലക്സാണ്ടർ തീരുമാനിച്ചാൽ അയോഗ്യനായ പടയാളി ആരായി മാറും? ക്യാപ്റ്റൻ. ഇങ്ങനെ ഒരുവൻ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, യു ആർ ഹോളി. വിശുദ്ധരാക്കി നമ്മളെ മാറ്റിയ ആളാരാ? തമ്പുരാൻ എന്നോട് പറയുക, നീ ആ വിശുദ്ധൻ, നീ എൻ്റെ വിശ്വസ്തൻ, നീ എൻ്റെ മകൻ. മനസ്സിലായില്ലേ? തൻ്റെ മക്കൾക്കെല്ലാം ദൈവം കൃപകൾ നൽകിയിട്ടുണ്ട്, വ്യത്യസ്ത വരങ്ങൾ. ആ വരങ്ങളിൽ ചില വരങ്ങൾ അതിശ്രേഷ്ഠങ്ങളായ വരങ്ങളുണ്ട്, ശ്രേഷ്ഠവരങ്ങളുണ്ട്. അതിൽ സുപ്രധാനമായൊരു കാര്യമാണ് പ്രവചനം. പ്രവചനം ഒരു യാഥാർത്ഥ്യമല്ലേ? വ്യാജം പ്രവചിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതെന്നുകൊണ്ട് അത് നമ്മൾ നോക്കിയാലും തീരത്തില്ലെന്നേ. 2000 വർഷമായിട്ടുള്ള സത്യപ്രവചനത്തിൻ്റെ കൂടെയാണ് വ്യാജൻ്റെ വരവ്. അത് വിവേചനവരം എന്നൊന്നുണ്ട്, അതിനെ വെട്ടാൻ. ഇതെല്ലാം ദൈവം വെച്ചിരിക്കുക, സകലത് ഇവിടെ ഉണ്ട്. വ്യാഖ്യാനപരമുണ്ട്. ഇതൊരു കാര്യം കൂടെ, ചിലർ തെറ്റിദ്ധരിച്ചൊരു വാക്യം ഒന്ന് ശരിക്ക് പറയാം. വ്യാഖ്യാനി സഭയിലില്ലെങ്കിൽ അന്യഭാഷക്കാരൻ മിണ്ടരുതെന്നാണ് ആളുകൾ ധരിച്ചിരിക്കുന്നത്. മിണ്ടരുത് നല്ലത്. വായിച്ചു പോയിക്കോ. 1 കൊരിന്ത്യർ 14:28. മിണ്ടരുതെന്നുണ്ടോ? എന്തെന്നാ? വ്യാഖ്യാനിയില്ലാതിരുന്നാൽ അന്യഭാഷക്കാരൻ സഭയിൽ തന്നോടും ദൈവത്തോടും മിണ്ടാതെ സംസാരിക്കണമെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? മിണ്ടാതെ അങ്ങനെ സംസാരിക്കുന്നത് പബ്ലിക് നോയ്സൻസ് ആകരുതെന്ന്. പിടികിട്ടിയോ? പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ശബ്ദമെടുത്ത് അന്യഭാഷ പറയാമോ? സഭയിൽ പറയാം. എൻ്റെ കാരണം പറയാം. ഈ കൃപാവരം പരിജ്ഞാനത്തോട് ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം പറയുന്നുണ്ട്. ഒരവിശ്വാസി അകത്ത് വന്നാൽ, നമ്മൾ ഈ അന്യഭാഷ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? ഇപ്പം നമുക്ക് ഒരവിശ്വാസി അകത്ത് വരുന്നില്ല സഭയിൽ. കാരണം സഭയാണിത്, കൊരിന്തിലെ പോലല്ല. അന്യഭാഷ പറയാം. കാരണം ഞാൻ അന്യഭാഷ പറയുമ്പോൾ എന്നെ മനസ്സിലാക്കുന്ന സഹോദരനാണ് പാസ്റ്റർ, നിങ്ങളെ മനസ്സിലാക്കും. കാരണം എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അല്ലാതെ അംഗീകരിക്കുന്നവരാ ഇവിടെ കൂടുന്നത്. അവിടെ അതിൻ്റെ ഉപയോഗത്തിന് സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായത്? ഇനി ഇതിനെ സംബന്ധിച്ച് ബ്രദറൻ സഭകൾ പറയുന്ന ഒരു വ്യാജം ഒന്ന് പൊളിക്കാം. ബ്രദർമാർ പറയുന്നത് ഈ അന്യഭാഷ എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊടുത്തത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി അപ്പോസ്തലന്മാർക്ക് അറിയാത്തൊരു ഭാഷ ഒരു വരം പോലെ കൊടുത്ത് നിന്ന് പ്രസംഗിപ്പിച്ചു. അങ്ങനെയൊക്കെ നടക്കാം. കാരണം അത് അന്യഭാഷയല്ല, മറിച്ച് എന്താണെന്നറിയണ്ടേ, അത് ദൈവം കൊടുത്ത തത്സമയത്തെ ഒരു മിറക്കിളാണ്. നമ്മൾ കർണാടകത്തിൽ ചെന്നു, കന്നഡ അറിയില്ല, പക്ഷെ ദൈവം നമ്മളെ അഭൂതപൂർവമായി കരങ്ങളെടുത്ത് കന്നഡ സംസാരിച്ചെന്ന് വരും. അങ്ങനെ അനുഭവങ്ങളുണ്ട്. വേഗത്തിൽ ഭാഷ പഠിക്കാൻ കൃപ തന്നു വരും. സമയമാരതൊക്കെ ഇവിടെ വന്ന് യാസന്മാർ എഴുതിയല്ലേ, സ്പീഡിൽ പഠിക്കാൻ. ഇതൊക്കെ വരങ്ങളാണ്, സംശയമൊന്നും വേണ്ട, ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. അന്യഭാഷ ഒരു മലയാളി ഒരിക്കലും മറ്റ് ഭാഷകളെക്കുറിച്ച് അറിയാത്തവൻ ബംഗാളിൽ ചെന്ന് ആ ബംഗാളികളുടെ ഭാഷ സംസാരിച്ചതല്ല അന്യഭാഷ. അങ്ങനെ പോയി സുവിശേഷം അറിയിക്കാൻ അത് പഠിച്ചതല്ല. കാരണം പുതിയ നിയമകാലത്തൊരു സംഭവമുണ്ട്. പുതിയ നിയമകാലത്ത് ഇന്ന് ഇംഗ്ലീഷ് പോലെ അന്ന് ഗ്രീക്ക് ലോകഭാഷയായിരുന്നു. ഇംഗ്ലീഷ് ഗ്രീക്ക് സംസാരിച്ചാൽ മതി, എല്ലാവർക്കും മനസ്സിലാവും. അപൂർവം ചിലടത്ത് ട്രാൻസ്ലേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് ഇത് ഭാഷ സുവിശേഷം അറിയിക്കാനുള്ളതല്ല. ഇനി അതിൻ്റെ അടുത്ത കണ്ണനം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ ലോജിക്കെല്ലാം വിട്ടേക്കാം. ഇവിടെ പറഞ്ഞാൽ എന്താണ് ഇടേ? വ്യാഖ്യാനം ഇല്ലെങ്കിൽ സഭയിൽ അന്യഭാഷക്കാരൻ സഭയിൽ എന്ത് ചെയ്യണം? സഭയിൽ എന്തിനാണ് സുവിശേഷം അറിയിക്കുന്നത്?
സഭയിൽ മിണ്ടാതെ സംസാരിക്കണമെന്ന്. ആരോട്? ദൈവത്തോട് സുവിശേഷം അറിയിക്കാനാണോ? സഭയിൽ മിണ്ടാതെ ദൈവമേ പെട്ടെന്ന് മാനസാന്തരപ്പെട്ടോണം, ഇനി അധികം നാളൊന്നും ഇല്ല, അതാണോ? ഞാനിങ്ങനെ പറയുന്നത് ഈ ബ്രദറുകാർക്ക് എന്നോടുള്ള പിണക്കം. നീ കാര്യം പറഞ്ഞു പോകാൻ പറഞ്ഞു, അതൊന്നും പറയാതെ ഈ വാക്യത്തിന് ഉത്തരം പറ. സഭയിൽ ദൈവത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ സുവിശേഷം ലോകത്തോട് അറിയിക്കാനുള്ളൊരു ഭാഷ ഗിഫ്റ്റ് പോലെ കിട്ടിയെന്നല്ലേ? ഇതിൻ്റെ മറുപടി പറ. ഒരു ബ്രദറുകാരനും പറഞ്ഞു, ഇത് യൂട്യൂബിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നുണ്ടേ പറഞ്ഞോ. പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇവരുടെ ഒരു വാദം അവിടെ കണ്ണിച്ചു പോകണം. ഈ ദൈവം ഇത് ഒരു കാലഘട്ടത്തിലേക്ക് കൊടുത്ത വരവാണ്. അപ്പോൾ ഈ വരം ഇന്ന് വിശുദ്ധ ബൈബിള് വന്നപ്പോൾ ഈ വരം പിൻവലിച്ചു. എന്താ തെളിവെന്ന് ചോദിച്ചാൽ പറയും, അവരുടെ കുറേ സാറന്മാരുണ്ട്, അവർ പറഞ്ഞു. ബൈബിളിൽ തെളിവുണ്ടോ? ഞാനൊരാൾ പറഞ്ഞു, അന്യഭാഷ തുടങ്ങിയ ആ കാലം ഞാനൊരു ഡേറ്റ് നിങ്ങൾ പറയാം. ഡേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യ ഡേറ്റ് അല്ല, മനസ്സിലാകാൻ. AD 29 or 30 ഒരു പെന്തക്കോസ്ത് നാളിലാണ് ഇത് കിട്ടിയത്, തുടങ്ങിയത്. ഇതുപോലെ ഒത്തുവരുന്ന ഏതെങ്കിലും ഒരു 100 വർഷം തെറ്റിക്കോട്ടെ എന്നാണ് ഇത് നിന്നത്. നിലച്ചു പോയതിനൊരു ഡേറ്റ് വേണമല്ലോ. ആരും അറിയാതെ ഇതങ്ങ് പോകുമായിരുന്നു. ഇത് വന്നത് കോടിയ കാറ്റടിക്കുന്ന പോലെ ഭയങ്കര ശബ്ദത്തോടൊക്കെ വന്നൊരു വസ്തു, ഒരു കാര്യം ആരും അറിയാതെ ഇറങ്ങിപ്പോമായിരുന്നു എന്നാ. അപ്പോൾ പറയും ബൈബിൾ വന്നപ്പോൾ പിന്നെ ഇതൊന്നും വേണ്ട. അതുകൊണ്ട് അവർക്ക് രോഗശാന്തി വരത്തിൽ വിശ്വാസമില്ല, അത്ഭുതങ്ങൾ വരങ്ങളായി നടക്കുന്നതിൽ വിശ്വാസമില്ല, അന്യഭാഷാ വരത്തിൽ വിശ്വാസമില്ല, വരമെന്ന നിലയിൽ ഇതൊന്നുമില്ല എന്നാണ് പറയുന്നത്. വരമെന്ന നിലയിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ചോദ്യം, ഇത് നിലച്ചത് എപ്പോഴാണ്? വചനം പറയുന്നു, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. വായിച്ചിട്ടുണ്ടല്ലോ. വരുന്ന പൂർണ്ണമായത് ദൈവത്തിൻ്റെ വചനമാണ്. ഇതിനകത്തൊരു നമ്പർ അടിക്കും. അതായത് നമ്മൾ പറയുക അതല്ല അവിടെ ഉദ്ദേശിച്ച്, അപ്പം നമ്മൾ ബൈബിൾ അപൂർണമാണെന്ന് പറഞ്ഞു എന്ന് വരുത്തി തീർക്കും. പറ്റിയോ? അപ്പോൾ നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക, അടുത്ത വർഷം 20 സീറ്റിൽ എത്രണ്ണം പിടിക്കും? അപ്പോൾ അദ്ദേഹം പറയുക, ഞങ്ങളൊരു 16 സീറ്റ് പിടിക്കും. പറ്റിയെന്ന് പത്രത്തിൽ വരിക, കേരളത്തിൽ 4 സീറ്റിൽ പാർട്ടി തോക്കുമെന്ന് VD സതീശൻ. അങ്ങനെ വാർത്ത വന്നാൽ എങ്ങനെ ഇരിക്കും? പറഞ്ഞു വരുമ്പോൾ സംഗതി ശരിയാണ്. കാരണം എന്താ? 16 സീറ്റ് ജയിച്ചാൽ ബാക്കി 4 ഉണ്ട്, അവർ തോക്കുമെന്നാണ് പറഞ്ഞതെന്ന് ആക്കി വെക്കുക. അങ്ങനെയാണോ കൊടുക്കണ്ടേ? അത് സത്യസന്ധമായ പ്രയോഗമല്ല. പൂർണ്ണമായത് വരുമ്പോൾ അംശമായി നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് ബൈബിളിനെ പറ്റിയല്ലെന്നാണ്. അല്ല, ബൈബിൾ പൂർണ്ണമാണെന്നോ അപൂർണ്ണമാണെന്നോ ഒന്നും അല്ല നമ്മൾ പറഞ്ഞേ, ആണോ? അല്ല. അപ്പം തിരിച്ചെന്താണ് ഈ പൂർണ്ണത എന്ന് ഞാൻ വ്യക്തമാക്കി തരാം. അത് കൃത്യ ഉത്തരമാണ് കേട്ടോ. ഈ തിരുവെഴുത്ത് പൂർണ്ണമാണ് എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ഇവിടെ ഉദ്ദേശിച്ചത് അതല്ലെന്ന്. പൂർണ്ണമായ പല കാര്യങ്ങളുണ്ട്. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോവും. എന്താ ഈ പൂർണ്ണമായതെന്ന് അറിയണ്ടേ? ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ വരവ്, സെക്കൻഡ് കമ്മിങ്. അതിന് കാരണം കേട്ടോ, കർത്താവിൻ്റെ വരവിൽ ചില പൂർണ്ണതകളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ പൂർണ്ണത, സഭയെന്ന് പൂർണ്ണമാകും. പിന്നെ സഭയുണ്ടോ? മാനസാന്തരമുണ്ടോ? സ്നാനമുണ്ടോ? ഒന്നുമില്ല. സഭയിലെ അവസാനത്തെ ആളും ഇതിനകത്ത് കിടക്കും. ബോഡി ഓഫ് ക്രൈസ്റ്റ് പൂർണ്ണമാകും. ഒന്ന്. സെക്കൻഡ് കമ്മിങ്ങുമായി ബന്ധപ്പെട്ട് റാപ്ചർ വരെയുള്ള സകല പ്രവചനങ്ങളും പൂർത്തീകരിക്കും. എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പ് പൂർത്തീകരിക്കും. ചുരുക്കത്തിൽ എൻ്റെ എല്ലാ എക്സ്പെക്റ്റേഷനും അന്ന് പൂർത്തീകരിച്ചു. അത് പൂർത്തീകരിക്കുന്നതോടെ എനിക്കൊരു നൂതന ശരീരം കിട്ടും. രോഗമില്ലാത്ത ഒരു ശരീരം ആണോ കിട്ടുന്നത്? പിന്നെ എനിക്ക് രോഗശാന്തി വേണോ? വേണ്ട. എനിക്ക് വേദനയും കഷ്ടതയും ഇല്ലാത്തൊരു ശരീരം, എനിക്ക് പിന്നെ രോഗശാന്തി വേണ്ട. എനിക്കൊരു മനുഷ്യനെന്ന നിലയിൽ അറിയേണ്ടതെല്ലാം അറിയും പൂർണ്ണമായിട്ട്. പിന്നെ എനിക്ക് ജ്ഞാനവരം വേണ്ട. വേണോ? വേണ്ട. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വരവും വേണ്ടെന്ന്. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്നാലും പിടിച്ചിട്ട് നിൽക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയുക, മകനെ ഇന്ന് രാത്രി ചില ആലോചന നിന്നെ അറിയിക്കട്ടെ, ഓടാന്ന് പറയണം. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതിനെ വേണോ? എന്താ വേണ്ടാത്തേ?
പ്രവചനങ്ങളുടെ പൂർത്തീകരണമായവനെ, വെളിപ്പാടിൻ്റെ സമഗ്രതയായവനെ ഞാനിങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പൂർണ്ണമായത് വന്നപ്പോൾ ഭൂമിയിൽ കിട്ടിയ സകല വരങ്ങളും ഭാഗികമായതുകൊണ്ട് അത് പോയി, അംശമായത് പോയി, ഞാൻ പൂർണ്ണതയിലേക്ക് കയറി. ബൈബിൾ പ്രിൻ്റ് ചെയ്തപ്പോൾ അത് തന്നെ ഇവർ പറഞ്ഞതിനകത്ത് ബൈബിൾ ക്രോഡീകരിച്ചപ്പോഴാണോ, പ്രിൻ്റ് ചെയ്തപ്പോഴാണോ, ഒരാളുടെ കൈ വന്നപ്പോഴാണോ, ഇത് ചോദിച്ചാൽ ഉത്തരവില്ല. ഇന്ന് വരെ ഒരുത്തരും പറയത്തില്ല. പക്ഷേ ഇതിനകത്തൊരു കാര്യം, അവർ നമ്മുടെ ആളിലും ധരിച്ചു വെച്ചു ഇവരെന്തോ വലിയ ചിന്തകന്മാരാണ്, അതുകൊണ്ട് ഭയങ്കര സംഭവമാണെന്നൊക്കെ ധരിച്ചു വെച്ചു. ഒന്നുമില്ല. നിങ്ങളൊരു 6-7 ഡിബേറ്റ് ഇവർ തന്നെ സംഘടിപ്പിച്ചത് ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, കണ്ടു നോക്കണം. ഉത്തരവില്ലാതെ ആക്ഷേപം നടത്തി പോവായിരുന്നു. ഞാൻ തിരുവെഴുത്ത് പച്ചക്ക് എഴുതിയിരിക്കുക. ഇതിന് ഒരാളിൻ്റെ ആവശ്യമില്ല. വചനം കൃത്യതയോടെ പറയുകയാണ്, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ. അപ്പോൾ ഒരു ചോദ്യം, ഈ അന്യഭാഷയ്ക്ക് എന്തുകൊണ്ട് പെന്തക്കോസ്ത് സഭകൾ പ്രാധാന്യം കൊടുക്കുന്നു? കാരണം അത് ആത്മീയ വർധന വരുത്തുന്ന വരവാണ്. സ്പിരിച്വൽ എഡിഫിക്കേഷന് 2 വരങ്ങളാണ് കിട്ടിയേ. ഒന്ന് പ്രവചനം, സഭയ്ക്ക് ആത്മീയ വർധന. അന്യഭാഷ, വ്യക്തിയുടെ ആത്മീയ വർധന. അതിൻ്റെ ഗൗരവം ചോർത്തിക്കളയാൻ പാടില്ല. അതിൻ്റെ ഗൗരവം സുപ്രധാനമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഒരു കാര്യസ്ഥനായിട്ട് നിൽക്കുന്നു നമുക്ക് വേണ്ടി. അപ്പം ഞാൻ ഒരു പോയിൻ്റ് കൂടി പറഞ്ഞ് നിർത്താം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നൊരു പ്രധാന വിഷയമാണ് പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട്. വരങ്ങളെക്കുറിച്ചുള്ള ഇതര വേദഭാഗങ്ങൾ റോമർ 12, 1 കൊരിന്ത്യർ 12, ഇവിടെ എല്ലാം വരങ്ങളുടെ ലിസ്റ്റ് കിടപ്പുണ്ട്. പിന്നെ ഈ അധ്യായങ്ങളായിട്ട് വായിച്ചോണം, അല്ലൊരു വാക്യമായിട്ട് വായിച്ചാൽ പോരാ. 1 കൊരിന്ത്യർ 14 ഒക്കെ എങ്ങനെ വായിക്കണം. സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ പുനരാഗമനത്തോട് ബന്ധപ്പെട്ടും ഇന്ന് സഭയെ ഒരുക്കലാണ് പരിശുദ്ധാത്മാവിൻ്റെ ജോലി. അതൗത്യമാണ്. നമ്മൾ 1-ാം നൂറ്റാണ്ടിൽ പത്രോസായോ പൗലോസായോ യോഹന്നാനായോ അവിടെ ജീവിക്കുന്നത് പോലെ സുപ്രധാനമാണ് ഇന്ന് നമ്മുടെ ഗുരു ആരാ? പരിശുദ്ധാത്മാവാണ്. യേശുവിനൊപ്പം 12 ശിഷ്യന്മാരെങ്ങനെ ജീവിച്ചുവോ അതിലും വലിയൊരു ജീവിതമാണ് ഇന്ന് ഹോളി സ്പിരിറ്റിനൊപ്പം നമ്മൾ നയിക്കേണ്ടത്. കാര്യം മനസ്സിലായോ? വില കുറച്ച് കാണണ്ട ഈ കാലത്തെ ജീവിതം. ഞാനതിൻ്റെ വാല്യൂസ്, അതിൻ്റെ ഒരു കസ്റ്റം ആൻഡ് ഇസ്രായേലൈറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ടുള്ള ആ വിഷയം പൂർത്തീകരിക്കാൻ ഞാൻ അവരുടെ ഒരു വിവാഹ സംസ്കാരത്തെപ്പറ്റി ഒന്ന് പറയാം. അപ്പോൾ അത് പൂർത്തീകരിക്കാം. ഒരു പാലസ്തീനിയൻ വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ കൂട്ടല്ല. ഒരു യഹൂദ ബാലൻ 3 വയസ്സിൽ പഠനത്തിനിരിക്കും, അടുത്തൊരു 8-10 വർഷം പഠിക്കും. അവൻ ആ കോഴ്സൊക്കെ പൂർത്തീകരിച്ച പിന്നെ പഠനമൊന്നുമില്ല. പഠിക്കും, നല്ല മിടുക്കന്മാർ ഹയർ സ്റ്റഡിക്ക് പോവും, അവർക്ക് തുടരാം. പക്ഷെ പൊതുവെ പിന്നെ പഠിക്കാറില്ല. ഈ 13 വയസ്സുള്ള കുട്ടി പിന്നെ ഒരു തൊഴിൽ തിരഞ്ഞെടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. യഹൂദ ബാലന്മാർ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന പ്രായം കണ്ടോ? വയസ്സെത്ര? 13. നമുക്ക് പിന്നെ തൊഴിലില്ലെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മാന്യതയാണ്, ഭയങ്കര ഒരു അംഗീകാരമാണ് നമുക്കതല്ലേ. അപ്പോൾ 13 വയസ്സിലാണ് ഇതങ്ങോട്ട് കഴിഞ്ഞാലുടൻ ഈ പ്രായത്തിൽ തന്നെ അവന് ഒരു കല്യാണ ആലോചന നടക്കും. എത്ര വയസ്സിലാണ്? 13. അപ്പോൾ പെൺകുട്ടിയുടെ പ്രായം അറിയോ? 13 വയസ്സുള്ള പയ്യനാകുമ്പോൾ കൊച്ചിൻ്റെ പ്രായം എത്ര? 10, 11 കൂടിയ ആ 11 തീരും. 8, 10, 11. കല്യാണ ചടങ്ങിന് വരൻ വധുവിൻ്റെ കരങ്ങളിൽ വരൻ്റെ പേരെഴുതിയ ഒരു മോതിരം ധരിപ്പിക്കും. നെക്സ്റ്റ്, വധു തൻ്റെ പേരെഴുതിയൊരു മോതിരം അങ്ങോട്ടും ധരിപ്പിക്കും. ചിത്രത്തയ്യലുള്ളൊരു അങ്കി വരൻ വധുവിനെ ഏൽപ്പിക്കും. ഇപ്പം ഇടണ്ട, കല്യാണത്തിനിടാനാണ്. ഏതാനും താലന്ത് സ്വർണമോ വെള്ളിയോ സ്ത്രീധനമായി പെണ്ണിന് കൊടുക്കണം. അവരോട് പണം കൊടുക്കേണ്ട ആർക്കാ? ഇവിടെ അത് വേണ്ടാത്തത് എന്താണെന്നറിയണ്ടേ? നമ്മളോടുള്ള ദൈവത്തിൻ്റെ ഒരു കൃപ. സഹോദരന്മാരെ, മനസ്സിലായോ? കേരളം പോലൊരു രാജ്യത്തെ നമ്മൾ പുച്ഛിച്ച് കാണുമല്ലോ. ഇതെല്ലാം പറയുമ്പോൾ നമുക്കിവിടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ടൊരു കുഴപ്പം പോലെ തോന്നും. പക്ഷേ
നമുക്കിച്ചിരി ചില്ലറ കിട്ടുന്നതും ഒക്കെ ദൈവത്തിൻ്റെ ഒരു കരുണയാണ്. അല്ലെങ്കിൽ ലോൺ എടുത്താൽ പോലും കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്ന കാര്യം ഇതൊക്കെ പറഞ്ഞാലും അതൊക്കെ വീട് പോട്ടെ. ഇവരുടെ മുമ്പിൽ വെച്ച് ഒത്തിരി നമ്മൾ ദാരിദ്ര്യം പറയണ്ട, പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കണം പണം, അങ്ങനെയാണ്. ഇവളത് സൂക്ഷിച്ചു വെക്കണം. ഇവൾ ഒരു ശിരോവസ്ത്രവും ധരിപ്പിക്കും. എന്നിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാം. ഇപ്പം ഈ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടിയെ അവരൊരു പേരിട്ട് വിളിക്കും, രാജ്ഞി. ഏത് ദരിദ്രനും ദരിദ്ര വീട്ടിൽ പിറന്ന സാധുവായൊരു കുട്ടിയെയും വിളിക്കുന്ന രാജ്ഞി എന്നാണ്, അല്ലെങ്കിൽ രാജകുമാരി. ഈ പയ്യനെ ആളുകൾ വിളിക്കും രാജാവല്ലെങ്കിൽ രാജകുമാരൻ. നീ ഒരു രാജകുമാരനാണോ എന്ന് ചോദിച്ചാൽ നീ കല്യാണം നിശ്ചയം കഴിഞ്ഞ പയ്യനാണോന്നേ അർത്ഥമുള്ളൂ. ഇങ്ങനെ നാട്ടുകാർ വിളിക്കുന്നത്. പക്ഷെ ഇവർക്കൊരു നിർദ്ദേശമുണ്ട്. എന്ന് നിശ്ചയം കഴിഞ്ഞോ അന്ന് മുതൽ ഈ പെണ്ണ് ഈ പയ്യനെ സ്വന്തം ഭർത്താവായിട്ട് കാണണം. നിശ്ചയം കഴിഞ്ഞെന്നല്ല പറയേണ്ടത്, ഹസ്ബൻഡുണ്ട്. തിരിച്ചിതുപോലെ ഈ പെൺകുട്ടിയെ ഇയാൾ ഭാര്യയായിട്ട് കാണണം. അതാ നിശ്ചയം കഴിഞ്ഞ മറിയയും യോസഫിൻ്റെയും കാര്യത്തിൽ പറയുക, ദൂതൻ വന്നിട്ട് നിൻ്റെ ഭാര്യയായ മറിയെ ചേർത്ത് കൊള്ളാൻ ശങ്കിക്കേണ്ട, നിൻ്റെ ഭാര്യയായ മറിയ. നിശ്ചയം കഴിഞ്ഞതേ ഉള്ളൂ, ഭാര്യയാണ്. ഇങ്ങനെയാണ് ക്രിസ്തു എന്ന ഏകപുരുഷന് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞവരെ പോലെ ഇവിടെ ജീവിച്ചോണമെന്ന് കാന്തനുണ്ടെന്ന് നമുക്ക് മനസ്സിലായോ? കാന്തനുണ്ട്, ഇങ്ങനെ ജീവിക്കണമെന്ന്. കല്യാണം നിശ്ചയിച്ചു, പക്ഷെ കല്യാണമാണ് നിശ്ചയിച്ചു, അത് ഉറപ്പാണ്, നടക്കും. 99% ഉറപ്പ്. 1% സംശയം ഉണ്ടായി, ഞാൻ പറയാം. എന്തെന്നറിയണ്ടേ? ഈ കല്യാണം ഉറപ്പാണ്, പക്ഷെ ആ ഡേറ്റ് ഉറപ്പില്ല. ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല, ഡേറ്റ് നിശ്ചയിക്കത്തുമില്ല. ആ കല്യാണ തീയതി നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കാ? പിതാവിനാണ്, വരൻ്റെ പിതാവിന്. പിതാവ് തൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്ന കാര്യം ആരോടും പറയില്ല, പറയേണ്ട കാര്യമില്ല, ചോദിക്കാനേ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ എന്താ തടസ്സം എന്നറിയണ്ട. നാളെ വേണേലും കല്യാണം നടത്തും അപ്പൻ്റെ അധികാരമാണ്. ആരോടും അപ്പൻ പറഞ്ഞിട്ടില്ല. നാളെ മുതൽ എപ്പോൾ വേണമെങ്കിലും കല്യാണം നടക്കാം. മിക്ക ഘട്ടങ്ങളിലും ഇത് വർഷങ്ങൾ പിടിക്കും, മാസങ്ങളല്ല വർഷങ്ങൾ പിടിക്കും. പ്രായവൃത്തിയായി കഴിഞ്ഞുള്ളൂ. അപ്പോഴേ എന്താണ് തടസ്സം എന്നറിയണ്ടേ? ഈ ബാലൻ തനിക്കും തൻ്റെ കാന്തയ്ക്കും ഒരുമിച്ച് പാർക്കാൻ ഒരു ഭവനമൊരുക്കണം. വചനം പറയാ, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു, അത് കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതെല്ലാം ഈ പശ്ചാത്തലത്തിൽ ധരിക്കണം. ഇനി 13 വയസ്സുള്ള ചെറുക്കൻ എവിടുന്നാണ് പണം? ബുദ്ധിമുട്ടല്ലേ? അവൻ ചെറിയ പണിയൊക്കെ ഉണ്ട്, എന്നാൽ ഇത്ര ഒരു വീട് പണിയാനുള്ള പണം വേണ്ടേ? അതവനുണ്ടാക്കുന്ന രീതി കേട്ടോ. ജോലിക്ക് പുറമേ വീടിൻ്റെ മുമ്പിൽ അവനിങ്ങനെ അതുവഴി പോകുന്ന ആളുകളെ കണ്ടിട്ട് വിളിക്കും, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അടിയൻ്റെ ഭവനം വരെ ഒന്ന് വരണം. നിങ്ങളുടെ ദാഹം അകറ്റിപ്പോകാം, നിങ്ങളുടെ ക്ഷീണം അകറ്റിപ്പോകാം. ഒരു മുറി അപ്പം, അല്പം വെള്ളം. ചിലരിത് കേട്ടിട്ട് പറയും, നന്ദി കുഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിച്ചു. എന്നിട്ട് അവർ ചോദിക്കും, നീ ഒരു രാജകുമാരനാണോ? അതെ. ആരാണ് ആ ഭാഗ്യവതിയായ പെൺകുട്ടി? പേര് പറയും. യഹോവ റാഹേലിനെ അനുഗ്രഹിച്ചതുപോലെ, അബ്രഹാമിനോട് സാറയെ അനുഗ്രഹിച്ച പോലെ നിങ്ങളുടെ കുലത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവനൊരു നന്ദി പറയും. എന്നിട്ട് ഇവരൊരു ഗിഫ്റ്റ് കൊടുക്കും. എല്ലാവരും അല്ല, ഉള്ള പ്രാപ്തി പോലെ. കൊടുത്തില്ലല്ലോ ഒന്നുമില്ല, അതവൻ വാങ്ങി നന്ദി പറയും. ചിലർ ഈ വീട്ടിൽ ചെന്ന് ഭക്ഷണം കൈക്കൊള്ളും. അതിഥി സൽക്കാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഇത് കഴിഞ്ഞിട്ട് കൂടിയ ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, കാരണം സൽക്കാരമാണത്. ഒടുക്കം ഈ കിട്ടിയ പണം ഇവൻ അമ്മയുടെ അരികിൽ കൊണ്ടുചെല്ലുമ്പോൾ അമ്മ പറയും, ചെലവാക്കരുത്, നിന്നെക്കാത്ത് സുന്ദരിയായൊരു പെൺകുട്ടി, അവൾക്കും നിനക്കും വേണ്ടി വീട് അപ്പനെ ഏൽപ്പിക്കണം. ഇവനേൽപ്പിച്ച പണത്തിൻ്റെ 10 മടങ്ങ് അപ്പന് വിടും.
ഇങ്ങനെയാണ് വീട് പണി. മനസ്സിലായോ? ഇപ്പോൾ യഹൂദ ബാലൻ വീട് പണിയാൻ പഠിക്കുന്നതും പണം കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതും ഒക്കെ എത്ര പ്രായത്തിലാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് അവരുടെ സയൻറ്റിസ്റ്റുകളും ചിന്തകന്മാരും ഒക്കെ ഉണ്ടായതിൻ്റെ കാര്യം പിടിയിട്ടു. അച്ചടക്കമുള്ള ആമ്പിള്ളേർ. ഞാൻ പയ്യൻ്റെ കാര്യം പറഞ്ഞുള്ളൂ. നമ്മളാണ് ആ കല്യാണത്തിൻ്റെ തലേന്ന് വിളിച്ചിട്ട് പറയും, മാത്തുക്കുട്ടി ഇനി പഴയതുപോലൊന്നും അല്ല. ആ അതാ ദൂതുണ്ടെന്നു നിങ്ങൾ എനിക്ക് എൻ്റെ കൃപാവരം ആദ്യം അംഗീകരിക്കുക. സമ്മതിച്ചല്ലോ. ആ ആ പിന്നെ പോട്ടെ. ഇതുപോലെ പെൺകൊച്ചിൻ്റെ കാര്യം പറഞ്ഞില്ല. ഈ പെൺകുട്ടി ഇനി മുതൽ അനിയത്തിയുടെ അടുത്ത് വീട്ടിലൊന്നും ഒരവകാശം ഇല്ലാത്ത പോലെ കഴിയണം. പുള്ളി എന്നൊരു വസ്തു എടുത്തിട്ട് പറയും, അതേ എൻ്റെയും കൂടെ പപ്പ മേടിച്ച സാധനമാണെന്നൊക്കെ നമ്മുടെ വീട്ടിൽ പറയുമല്ലോ. അന്ന് ഇനിയും പറ്റിയല്ല. അപ്പം ഈ അനിയത്തി പറയും, നിനക്കിവിടെ അധികാരമൊന്നുമില്ല, എൻ്റെ കല്യാണം കഴിഞ്ഞല്ലേ, നിന്നെ ഒരുത്തിന് കൊടുത്തല്ലേ. അവൾ ഓടിച്ചെന്ന് പപ്പായോട് പറയും, പപ്പ ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞു. അപ്പോൾ പപ്പ സ്നേഹത്തോടെ പറയും, കുഞ്ഞെ നിന്നെ ഒരുവിന് കൊടുത്ത, ഇനി നിനക്കിവിടെ അവകാശമൊന്നുമില്ല. കേട്ട് അവളാകെ ദുഃഖിക്കും. എന്നിട്ട് അപ്പ പറഞ്ഞു കൊടുക്കും, നിൻ്റെ കാന്തൻ എത്രയും പെട്ടെന്ന് വന്ന് നിന്നെ കൊണ്ടുപോകാൻ പ്രാർത്ഥിക്കുക. അല്ല ഞാനെന്ത് പറയാനാ. അങ്ങനെ ഈ മോതിരത്തിൽ അവൾ ചുംബിക്കും, ദുഃഖം കാരണം. അവളുടെ വിശ്വാസം താനെപ്പോൾ മോതിരത്തിൽ ചുംബിച്ചോ അപ്പോൾ തൻ്റെ പേരിൽ കൊത്തിയ മോതിരത്തിൽ അവനും ചുംബിച്ചെന്നു. നമ്മൾ അവനെ ഓർക്കുമ്പോഴൊക്കെ അവൻ നമ്മെ ഓർക്കുന്ന ആ ബന്ധത്തിൻ്റെ ആഴം ഒന്ന് പരിശോധിച്ചാൽ അത്ര വലുതാണ്. ഉത്തമഗീതത്തിലെ നായിക പറയുകയാണ്, എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊള്ളണമേ. മുദ്രമോതിരമായി. വസ്തുത വന്നോ? ആ ഇനിയേ ഈ പെങ്കൊച്ചിന് പുറത്തിറങ്ങുമ്പോഴും പഴയ കൂട്ടുകാരൊന്നും ഇല്ല. അവരൊക്കെ ഇവളെ അങ്ങ് അകറ്റും. വചനം പറയാം, സഹോദരങ്ങളെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുത്, നമ്മൾ ഇവിടുത്തുകാരല്ലെന്ന്. ഇവളുടെ കൂട്ടുകാരെന്നറിയണ്ടേ, ഇതുപോലെയുള്ള രാജകുമാരിമാർ വേറെയുണ്ട്, അവരോടെ കൂട്ടുള്ളൂ. പഴയ ബന്ധമെല്ലാം പോയി. ഇണയില്ല പിണയൊന്നും പാടില്ല. ഇതാണ് അവരുടെ കൂട്ട്. അവരുടെ സംഭാഷണം കാന്തനെപ്പറ്റി, കാന്തനെ സ്വപ്നം കണ്ടതിനെപ്പറ്റി, വിവാഹനാൾ അടുത്തതിനെപ്പറ്റി, ഇത്തരം സംസാരത്തിൻ്റെ സുഖലോലുപതയിലാണ് അവരുടെ യാത്ര. ഇനി അതൊരു വശം. ഇവളെപ്പോൾ പുറത്തിറങ്ങിയാലും പരപുരുഷ സാന്നിധ്യമുള്ളിടത്ത് ശിരോവസ്ത്രം ധരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ശിരോവസ്ത്രം ധരിച്ച അല്ല, അതിൻ്റെ അർത്ഥം നമ്മുടെ ഹിന്ദു സഹോദരിമാർ പൊട്ടുകുത്തുന്നല്ല, ഒരു കാന്തനുണ്ടെന്ന്. പിടികിട്ടിയോ? ഒരു കാന്തൻ എനിക്കുണ്ട്. ശിരോവസ്ത്രം ഇടാതെ ഈ പെങ്കൊച്ച് പുറത്തു പോയി വല്ല കല്യാണത്തിനും വന്നാൽ ചില അമ്മച്ചിമാർ പറയും, നമ്മുടെ ഉണ്ണുണ്ണിക്കൊന്ന് ആലോചിച്ചാലോ. ഉണ്ണുണ്ണി കുറേ നേരമായിട്ട് ഇങ്ങനെ സെൽഫി എടുത്തല്ലേ നടക്കുന്നുണ്ട്. സെൽഫി എടുക്കുന്നു, മെസ്സേജ് അയക്കുന്നു, ഹായ് അടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഉണ്ണുണ്ണി ശിരോവസ്ത്രമിട്ടവൾക്ക് ഹായ് അയക്കരുത്, അവൾ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. നീ അവിടെ നിന്ന് ഇങ്ങനെ ആരാധന കഴിച്ച് ഉണ്ണാമ്പ് തേച്ച് വിടുകയാണ്. വലിയ തകർപ്പൻ ആരാധന നടക്കുമ്പോൾ ചുണ്ണാമ്പ് തൂത്തുകൊണ്ടിരിക്കുകയാണ്, പോട്ടെ. ആ ചുരുക്കി പറഞ്ഞാൽ ഇതാ സംഭവം. അങ്ങനെ ഇരിക്കേ ഇനി ഇവിടെ ജീവിതത്തെക്കുറിച്ചുണ്ട് കുറേ കാര്യം. ഇവള് രാവിലെ ഉണരണം, അമ്മ ഉണർത്തും. പിന്നെ അത് ഒരു പാഠമാകും. ഉണർത്തി കഴിഞ്ഞാൽ ഉടനെ അവൻ കൊടുത്ത ചിത്രത്തയ്യലുള്ള അങ്കി കാണിക്കും. അല്ലാതെ ഇങ്ങനെ അവൾ കാണാൻ പാത്രം അവിടെ ഇട്ടിട്ട് പറയും, അവരുടെ കല്യാണം നടക്കുന്ന രാത്രിക്കാണ് ചടങ്ങ്. അതാ 10 കന്യകമാർ വിളക്കുകൊണ്ട് കാത്തിരുന്നൊക്കെ പറയുന്നത്. അതിൽ ഒരാളേ ഉള്ളൂ മണവാട്ടി. 10 പേരും കന്യകമാരല്ല, ആ 10 പേരും കാന്തയല്ല. ഇതുപോലുള്ള പെൺപിള്ളേർ, അതിൽ ഒരാളുടെ കല്യാണമാണ് ഈ മണവാളൻ പോന്നെ കൂടെ. അപ്പോൾ ഇവർ പറയും, ഇന്ന് രാത്രിയല്ല നിന്നെ ഈ അങ്കി ധരിപ്പിക്കുന്നതെന്ന് ആര് കണ്ടു? കാന്തൻ ഇന്ന് വരാം, ഒരുങ്ങിയിരിക്കണം. അവൾ കുളിച്ച് ദിനകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കി മനോഹരമായ വസ്ത്രധാരണം നടത്തി പനനീര് പൂശി മുടിയൊക്കെ ചീകി ഒതുക്കി സുന്ദരിയായി നഖമൊക്കെ വെട്ടി വൃത്തിയായി എന്നും ഇരിക്കണമെന്ന്. എപ്പോഴാണ് കാന്തൻ വരുന്നതെന്ന് അറിയില്ലെന്ന്. മനസ്സിലായോ?
യഹൂദ പെൺകുട്ടി ശരീരം സൂക്ഷിക്കാൻ പഠിച്ചത് വീടും പരിസരവും അലങ്കരിക്കാൻ. കാരണം കാന്തനും അപ്പനും ഒക്കെ ഒരുണ്ട് വൃത്തിക്ക് കിടക്കണമെന്ന് ഇതൊക്കെ പഠിച്ച പ്രായം പിടിയിട്ടോ. ട്രെയിനിങ് എപ്പോഴും പോല 8, 9, 10 വയസ്സ് മുതൽ. അതിനുപരം നമ്മുടെ ചില പെങ്കൊച്ചുങ്ങളുടെ കാര്യം ശരിക്കൊന്ന് കുളിച്ചു തുടങ്ങിയിട്ട് എത്ര നാളായച്ചാ. കുഞ്ഞുങ്ങളെ ഒന്നും ഓർക്കരുത്. മുഖമൊക്കെ നല്ല വൃത്തിക്ക് സുന്ദരിയായിട്ട് കൊണ്ടു നടക്കും. പക്ഷേ ഈ കാലിൻ്റെ പെരുവിരലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മഞ്ചട്ടിപ്പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ, പാമ്പ് തല്ലുകൊണ്ടിട്ട് ഇഴയാൻ പറ്റാതെ വിഷമിച്ച് കിടക്കുന്ന പോലെ. നമ്മളിതാ വിദേശത്തൊക്കെ പോകുമ്പോൾ പറയാം കൊച്ചു തോറ്റുപോയെന്ന്. എൻ്റെ കാരണം അറിയോ, അവിടെ ഇരിക്കുന്നവൻ ഈ കാലിലേക്ക് നോക്കും. ആപ്പാടെ നോക്കിയിട്ട് മനസ്സിലായി ഇവിടെ സ്വന്തം കാലും നഖവും സൂക്ഷിക്കാൻ കഴിയാത്ത ഈ പുള്ളി ഈ കമ്പനി നോക്കി നടത്തുമോ? അനങ്ങാതെ അവരിഞ്ഞ് വിടും. കണ്ടോ, ഒരു യഹൂദ പെൺകുട്ടി ശരീര സംരക്ഷണം, ഭവനത്തിൻ്റെ സംരക്ഷണം, തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നു കാന്തന് വേണ്ടി. എന്നിട്ടത് കാന്തന് വേണ്ടി മറച്ചു വെക്കുന്നു. അങ്ങനെ ഇരിക്കേ ഇതൊക്കെ ആണെങ്കിലും ഈ കല്യാണം നടന്നില്ലെങ്കിൽ വീട്ടുകാരെ ബാധിക്കുകയില്ല. എന്താ ബാധിക്കാത്തതെന്നറിയോ? കാന്തൻ്റെ ആൾക്കാർ വന്നിട്ട് കാന്തയുടെ അപ്പനെ പിടിച്ചെടുത്തിട്ട് പറയും, എന്ത് വേണോ ഈ മോളെ ഇങ്ങനെയൊക്കെ. നമ്മുടെ നാട്ടിലെ പോലും പറ്റിയില്ല. ഈ അപ്പൻ പറയും, തൻ്റെ മോനെ ഞാൻ മോളെ തന്ന എന്താ കൊണ്ടുപോകാൻ അച്ഛൻ? മറ്റവൻ ചോദിച്ചു, നീ ആണാണോ, നീ കൊണ്ടുപോണ്ടേ? നിനക്ക് തന്ന പിന്നെ നീ എന്താ താമസിച്ച്? നാണക്കേടാ. അതാണ് മറിയയ്ക്ക് ലോകാപവാദം വരുമെന്ന് പറഞ്ഞ് മറിയയുടെ അപ്പനും അച്ഛനും ഒന്നുമല്ല വിഷയം ഉണ്ടാക്കുന്നത്. യോസേഫ് അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടു. സ്വന്തം സംരക്ഷണയെ കഴിഞ്ഞോണമെന്ന്. കാന്തനാണ് സംരക്ഷണം. ഇതാ ഇപ്പോഴും നമ്മുടെ സംരക്ഷണം നിശ്ചയം കഴിഞ്ഞ കാന്തനുമായിട്ടാണ്. അപ്പോഴേ കാന്തന് നാണക്കേടാ ഇതൊക്കെ കേട്ടാ. മറ്റൊന്നും കൂടെ ഉണ്ട്. ഈ പെങ്കൊച്ച് എൻ്റെ ഇടയ്ക്ക് ജോലിക്ക് പോവോ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ പോയാൽ അപവാദം കേൾക്കാൻ സാധ്യതയുണ്ടല്ലോ. കൊച്ചു പെണ്ണല്ലേ. ഈ അപവാദം കേൾക്കുക. ഇനി ഇവൾ തെറ്റിപ്പോയെന്ന് കുട്ടിക്കോ ചെറിയൊരു സാധ്യതയുണ്ടല്ലോ. കൊച്ചുകുട്ടിയല്ലേ, അവളിപ്പോൾ മറ്റൊരുത്തനോട് താല്പര്യപ്പെട്ടൊക്കെ പോയാൽ കല്യാണം നടക്കില്ല. അതാ കല്യാണം നടക്കാതിരിക്കാനുള്ള 1% കാര്യം. അപ്പോഴും വീട്ടുകാർക്കല്ല വിഷയം, കാന്തനാ വിഷയം. അവന് നാണക്കേടാണ്. അവന് പിന്നൊരു കല്യാണം നടക്കാൻ പാടാ. കഴിവ് കുറഞ്ഞവനാണ് വരുന്നത്. അത് വരാതിരിക്കാൻ കാന്തൻ്റെ അപ്പൻ ഒരു കാര്യം ഇവിടെ നിർവഹിച്ചിട്ടാണ് പോയത്. എന്നറിയാം, ചാർച്ചയിൽപ്പെട്ട ഒരു കാര്യസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ പെണ്ണിനെ വാച്ച് ചെയ്യാൻ. ഇന്നുവരെ ഈ പെണ്ണ് ആളെ കണ്ടിട്ടില്ല. പക്വമതിയായ മനുഷ്യൻ അതുവഴിയൊക്കെ കറങ്ങുന്നുണ്ട്. അവൾക്ക് പെർഫ്യൂമില്ല, അവൾക്ക് സാരിയില്ല, അല്ല ഉടുപ്പില്ലെന്നൊക്കെ അറിഞ്ഞ് വിഷമിക്കുന്നവളുടെ വിഷമം കാണുമ്പോഴേ എങ്ങനെയൊക്കെയോ ഇത് വീട്ടിലെത്തും. പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല ഞാനാന്ന്. നമുക്കും ഒരു കാര്യസ്ഥനുണ്ട്. നമ്മുടെ ആവശ്യകതകൾ അറിഞ്ഞ് ആ കാര്യസ്ഥനെ നമ്മുടെ ഉള്ളിലിരുന്ന് സംസാരിക്കുന്ന കാന്തനോട്, പിതാവിനോട് ആത്മാവിലെ പ്രാർത്ഥനയുടെ മർമ്മം മനസ്സിലാക്കിയിട്ടേ ദൈവമക്കൾ പോകാവൂ. അന്യഭാഷാ ഭാഷണത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ടേ ദൈവമക്കൾ പോകാവൂ. കൃപാവരങ്ങളുടെ പ്രസക്തി ബോധ്യപ്പെട്ടിട്ടേ ദൈവമക്കൾ പോകാവൂ. ഇങ്ങനെ ഇരിക്കേ ഈ കാര്യസ്ഥൻ്റെ ലക്ഷ്യം ഈ പെണ്ണിൻ്റെ കുറ്റം കണ്ടുപിടിക്കുകയല്ല, കഴിവതും ഈ കല്യാണം നടത്തണം. അതിനൊരുതപ്പെട്ട കുറ്റവും തെറ്റുമൊക്കെ കണ്ടാൽ പറയേ, പാവം കുട്ടിയാന്നേ, അവളിന്ന് എത്ര ആവർത്തി ആ മോതിരത്തിൽ നിന്നെ ചുംബിച്ചെന്നറിയോ? നല്ല കുട്ടിയാണ്. പിന്നെ കുട്ടിയല്ലേ, അവൾക്ക് അതിൻ്റെ ചാവല്യമൊക്കെ ഉണ്ട്. നിന്നോട് അവളുടെ കാര്യം കാര്യസ്ഥൻ പറഞ്ഞ സംഗതി ഉറപ്പാ. എന്നാൽ കാര്യസ്ഥൻ തള്ളിയാൽ പിന്നെ കല്യാണമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ വീണ്ടെടുപ്പിൻ നാളിനായി നമ്മെ മുദ്രയിട്ട് വച്ചിരിക്കുന്നത്. ദുഃഖിപ്പിക്കരുത്. അങ്ങനെയൊക്കെ ഒരു ദിവസം ഈ കാന്തൻ വരും. അപ്പോൾ കാര്യസ്ഥൻ പറയും, അല്ലയോ കുമാരി, നോക്ക, കേൾക്ക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. മണവാളൻ മണവറ വിട്ട്, മണവാട്ടി ഉള്ളറ വിട്ട് പുറത്തു വരും. ആ നിമിഷം വരെ നമ്മളെ കാക്കാൻ നമുക്ക് നൽകിയിരിക്കുന്ന സ്റ്റിവാർഡ്, കാര്യവിചാരകൻ, അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ത്രിയേകത്വ പഠനവും പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഈ വേറിട്ട പഠനവും
നമ്മുടെ ആത്മീക തീഷ്ണത കൂടുതൽ കരുത്തുറ്റതാക്കട്ടെ. ഈ പഠനം നമ്മെ കൂടുതൽ കർത്താവിനെടുക്കാൻ പ്രാപ്തരാക്കി തീർക്കട്ടെ.